പുതിയ നിയമത്തിനൊരു പ്രസംഗം പോലും കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പഴയ നിയമം വായിച്ച് അതിനകത്ത് അനുഗ്രഹങ്ങളിൽ രസിച്ച് പ്രവാചകന്മാർ വന്ന ഉടനെ അവർ പഴയ നിയമത്തിലോട്ട് പോകും. എൻ്റെ ചെറുപ്പത്തിലൊരു അനുഭവം, ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത്, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഗ്രാമാറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ആണെങ്കിലും ഈ സാമാന്യ ജനത്തിനൊരു ആശ്വാസം കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രോഫിറ്റ്സിനെ വിളിക്കും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം പ്രോഫിറ്റ് വരും. അപ്പം ഞാൻ ആഹാരമേശയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രൊഫസി പറയാം ഈ പ്രോഫിറ്റിനെ കുറിച്ച്. പൊരുത്തം പറഞ്ഞു, എന്താ? നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ പുള്ളി പ്രസംഗിക്കുമ്പം പുതിയ നിയമത്തിൽ നിന്നൊന്നും വായിക്കില്ല, പഴയ നിയമത്തിൽ നിന്ന് മാത്രമേ പ്രസംഗിക്കുള്ളൂ. ഇതാണ് എൻ്റെ പ്രൊഫസി. ഈ പ്രവാചക ശിഷ്യന്മാർക്ക് ആകെ അങ്കലാപ്പായി പോയി. കാരണം അവർക്കും അറിയാം അതേ സംഭവിക്കുള്ളൂ എന്നുള്ള കാര്യം. ഇതെങ്ങനെയെങ്കിലും തിരുത്തണം. പുള്ളി അവിടെ ചെന്ന് ഇവരെ അന്ന് ആ പ്രവാചകനോട് പറഞ്ഞു, ഇങ്ങനൊരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, അവൻ ഇങ്ങനൊരു വെല്ലുവിളി വെച്ചിരിക്കുകയാണ്, പഴയ നിയമത്തിൽ നിന്ന് മാത്രമേ പാസ്റ്റർ നാളെ പ്രസംഗിക്കുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പുള്ളി പിറ്റേ ദിവസം നേരെ വന്ന് ഇന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ പ്രവാചകന്മാരെല്ലാം പഴയ നിയമത്തിൽ നിന്നാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എത്തിയിട്ടുണ്ട് അവിടെ. അദ്ദേഹം റോമാലേഖനം. ഞാൻ ഞെട്ടിപ്പോയി. റോമാലേഖനത്തിന് എന്ത് പ്രവചനം? പുതിയ നിയമത്തിൽ പ്രവചിച്ച എന്തെല്ലാം പ്രവചിക്കേണ്ടി വരും അല്ലേ? രണ്ടുടുപ്പുള്ളവനും ഇല്ലാത്തവനും കൊടുക്കുക, എല്ലാവരും അവനെ തല്ലിക്കൊല്ലും. അങ്ങനത്തെ ഒരു പ്രോഫിറ്റ്, പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങൾ ഓർപ്പിക്കുന്ന ഒരു പ്രോഫിറ്റ് വന്നാൽ ഒരു ദിവസം പോലും സഭയിൽ വെച്ചുകൊണ്ടിരിക്കത്തില്ല. പ്രവാചകന്മാരെന്നും കല്ലേറുകൊള്ളുള്ളൂ. അങ്ങനെയാണ് പ്രവാചകന്മാർ. ഇത്തിരി കഠിനവാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവർ. നല്ല തല്ലുകൊള്ളുക അന്ന് തൊട്ടേ കല്ലേറ് കൊണ്ട ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായിരിക്കും പറയാൻ പോകുന്നത് കേട്ടോ? വിശ്വാസത്താൽ എബ്രഹാം, പിന്നെ എബ്രഹാമിൻ്റെ കഥയാണ് പറഞ്ഞത്. വായിച്ച്, കാരണം പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ ദം ടു ബ്രിങ് ദാറ്റ് ന്യൂ ടെസ്റ്റമെന്റ് മെസ്സേജ്. അത് ഈ രക്ഷയെക്കുറിച്ച് ഒരിക്കലും കേൾക്കാതെ ഒരു ആൻറ്റിനോട് പറഞ്ഞു, 22 വർഷം ഞാൻ പെന്തക്കോസ്തിൽ പ്രധാനപ്പെട്ട വിമൻസ് ലീഡർ, പ്രാർത്ഥന, ആരാധന, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. രക്ഷയുടെ വചനം കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ നമുക്കത് പറഞ്ഞു തന്നതുപോലെ വായിക്കുന്നില്ല. നമ്മൾ പലരും ഒരു 100,000 പ്രസംഗങ്ങൾ കേൾക്കുന്ന അതിൻ്റെ എല്ലാം നോട്ട് കുറിച്ച് വെച്ചിരിക്കും. ഇന്ന് പ്രസംഗിക്കുന്നത് നാളെ അറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത അനേകം പ്രസംഗങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബൈബിളിൽ എത്ര വാക്യമുണ്ട്? അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? എന്നോട് പലരും ചോദിക്കും, ഈ ദൈവത്തിൻ്റെ മക്കളും മനുഷ്യരുടെ പുത്രിമാരും എന്താ സാധനം? ഞാൻ പറയാം, എനിക്ക് അറിഞ്ഞിട്ടും അറിയാതിരുന്നിട്ടും യാതൊരു കാര്യമില്ല. ഐ ഡോണ്ട് നോ. ഇതെല്ലാം മല്ലന്മാരുണ്ടായെന്ന് നമ്മൾ പറയുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് അറിഞ്ഞേ പറ്റൂ. ഏത്? ബൈബിളിൻ്റെ മിഡിലുള്ള വാക്യം ഏതാ? അറിഞ്ഞില്ലേലും യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിൽ എത്തുന്നതെന്ന് അറിയണം. എന്നോടൊരാൾ വാഗ്ദത്തം പറഞ്ഞ എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ മിനിസ്റ്റർ വരും. ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എയറോപ്ലെയിനിൽ കയറിയാലോ ഒന്ന് ഇറങ്ങണം എന്നുള്ളതാണ്. എത്ര സുഖമായിട്ടിരുന്നാലും നമ്മുടെ എയറോപ്ലെയിനിൽ കയറുന്ന ആർക്കെങ്കിലും എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ വയ്യാത്ത മിനിസ്റ്ററി ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയും പിള്ളേരും കാണണ്ടേ, എനിക്കൊന്ന് കുളിക്കണ്ടേ? ഇതെന്താ നിങ്ങൾ ഈ പറയുന്നത്? വാഗ്ദത്തങ്ങൾ, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ഈ പ്രവാചകന്മാർ തന്നിട്ട് പോകുന്നു. അതെല്ലാം എങ്ങോട്ടാ നയിക്കുന്നില്ല? ലോകമോഹത്താലുള്ള നാശം വിട്ടൊഴിയവല്ല, ഈ ലോകമോഹത്തിനകത്ത് പെടുത്തിക്കളയുക ചെയ്യുന്നത്. എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്, ചെറുപ്പത്തിലെ ഈ കാത്തലിക്സ് കന്യാസ്ത്രീകൾ നടത്തിക്കൊണ്ടിരുന്ന സ്കൂളിലാണ് ഞാൻ ചെറുപ്പകാലത്ത് പഠിച്ചത്. അപ്പോൾ ഈ കന്യാസ്ത്രീകളുടെ ഒരു പ്രത്യേകത വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മത്സരത്തിലോ പഠനത്തിലോ ഒക്കെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവർ ഗിഫ്റ്റ് തരും. സാധാരണ ഗിഫ്റ്റ് തരുന്ന ക്രിസ്മസ് കാർഡുകളാണ്. അതിങ്ങനെ കട്ട് ചെയ്ത്, ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ മേല, കിട്ടിയിട്ടുണ്ടാവും. ഈ കന്യാസ്ത്രീകളുടെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്. പക്ഷെ എനിക്ക് അവർ തന്നുകൊണ്ടിരുന്ന എല്ലാം വിശുദ്ധന്മാരുടെ പുസ്തകം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. കൊച്ചുറാണിയുടെ ജീവിതം, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, ഇങ്ങനെ കാർട്ടൂൺ, നമുക്ക് കുട്ടികളുടെ വരച്ചു വെച്ചേക്കുന്ന കാരിക്കേച്ചർ പോലെ. അപ്പം ഞാൻ ഇവരുടെ ഈ കാത്തലിക് വിശുദ്ധന്മാരുടെ എല്ലാം കഥ വായിച്ചാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തോ ഒരു കഷ്ടപ്പാടാണ് എൻ്റെ ദൈവമേ ഈ ലൈഫ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് CSI പള്ളി ഞാൻ ഒറ്റയ്ക്ക് പോയി. കാരണം അതിനകത്ത് ഈ പറയുന്ന ഗുരുമാരുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പോയി സമാധാനമായിട്ടിരിക്കാം. അപ്പോൾ അവരുടെ സൺഡേ സ്കൂളിൽ ഞാൻ പഠിക്കുകയും ചെയ്തു. 18 വയസ്സ് വരെ അവിടെ സൺഡേ സ്കൂൾ. അപ്പോൾ അവസാനത്തെ ഒരു വർഷം ഞാൻ പഠിച്ചു, പിന്നെ അവിടെ പഠിപ്പിക്കുകയും ചെയ്തു. അവിടെ മുഴുവൻ വായിക്കുന്നത് മിഷണറിമാരുടെ കഥയാണ്. വില്യം കേറി, അവർക്ക് മിഷണറി ഹീറോസ് ഉണ്ട് കുറേ പേര്. വില്യം കേറി, ഹഡ്സൺ ടൈലർ, C.T. സ്റ്റഡ്, ഇവരെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചത് ആ 2-3 വർഷമാണ്. അപ്പം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന എൻ്റെ ചിന്ത എന്താണെന്നറിയോ? എൻ്റെ കർത്താവ് ഇവരിൽ ഒരാളെ പോലെ എൻ്റെ ജീവിതം ഇതോടെ തീർന്നു.
ഞാൻ ഇനി കർത്താവിൻ്റെ സഫറിങ് നിന്നേയും ചുമന്ന ആൾക്കാരെന്നെ പരിഹസിക്കും, നിന്ദിക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോവും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു ദിവസം സ്നാനപ്പെടാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ബുധനാഴ്ചയാണ് ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ പറയാണ്, ഈ ശനിയാഴ്ച ഞാൻ സ്നാനപ്പെടാൻ പോകും. അപ്പോൾ എൻ്റെ ആഗ്രഹം ഈ കർത്താവിൻ്റെ നിന്ദ ശരിയാവാണ്, എന്നെ പുറത്തിറക്കി വിടണം തന്നെ എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ നിന്ദ ചുമക്കാം, അതൊരു സ്വയനീതിയാണ്. കാരണം പണ്ട് സ്വയനീതിക്കാരനായിരുന്നുകൊണ്ട് ഇതെപ്പോഴും കുറച്ച് കാണും. അപ്പം ഞാൻ ചെന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു, നീ അതിന് നന്നായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഏതാണ്ട് നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ശനിയാഴ്ച സ്നാനപ്പെടാൻ നോക്കിയപ്പോൾ അപ്പനും അമ്മ എല്ലാം പുതിയ ഡ്രസ്സുമായിട്ട് ഇതേ സ്നാനം കൂടാൻ വന്നിരിക്കുന്നു. 7 മാസം കഴിഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കുകയാണ്, ഇനി കഷ്ടങ്ങളും നിന്ദയും പരിഹാസവും എല്ലാം കർത്താവിന് വേണ്ടി സഹിക്കണം. നേരെ പോയിരുന്ന ചർച്ചിലേക്ക് വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പ്രവാചകൻ, നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ മാനിക്കുന്ന ദൈവം. അപ്പോഴെൻ്റെ ഉള്ളിലേക്ക് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. കർത്താവെ, അപ്പോൾ ഇവിടെ മാനമാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെല്ലാം പറയണം, ഓ അവനങ്ങ് വലുതായി പോയി. ക്രിസ്തുവിൻ്റെ നിന്ദ എന്ന് പറയുന്നത് ക്രിസ്തുവിനെയൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ, ആ കേസ് വിട്ടു. 2001, 2002 ആയപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഈ പെയിൻ, ക്രൈസ്റ്റ് ഈസ് നോ വെയർ ടു ബി സീൻ എന്നുള്ള ആ പെയിൻ എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങിയത്. ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ടു നോ ദാറ്റ് ഐ ഹാവ് കം ടു എ റോങ് പ്ലേസ് വെയർ ക്രൈസ്റ്റ് ഈസ് നോട്ട് പ്രീസ്ഡ്, വെയർ ക്രൈസ്റ്റ് ഈസ് നോട്ട് ഗ്ലോറിഫൈഡ്. ഹിസ് ഷെയിം ഈസ് കൺസിഡേർഡ് എ ഷെയിം, നോട്ട് ആസ് സംതിങ് ഓണറബിൾ. ഇപ്പൊ ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റും ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു, 90കളിലാണ് ഈ പരിപാടി തുടങ്ങിയെന്ന്. കറക്റ്റ്. ഞാൻ ഈ ചേർന്ന 90-ന് ശേഷം, 96-ലാണ് ഈ പീക്ക് ടൈം ഓഫ് പ്രോസ്പെരിറ്റി. ദേ റിമൂവ്ഡ് ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ആസ് ദ പ്രൈമറി കൺസേൺ ഓഫ് എ സെയിന്റ്. മഹാത്മാഗാന്ധിയുടെ നീതി കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇന്ന് തൊട്ട് മഹാത്മാഗാന്ധിയെ പോലെ ജീവിച്ചേക്കാം. ഈ പറയുന്ന എൻ്റെ കഥ കേട്ടിട്ട് ആൾക്കാർ ജീവിക്കാൻ പോയി പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ പിള്ളേരെടുത്ത് വളർത്തിയ കഥ പറയുമായിരുന്നു. അത് കേട്ടിട്ട് ഒരു ബ്രദറിനോട് പറഞ്ഞു, പാസ്റ്ററുടെ പിള്ളേരെടുത്ത് വളർത്തിയ കഥ കേട്ടപ്പോഴാണ് എനിക്കും കുഞ്ഞുങ്ങളെടുത്ത് വളർത്തണമെന്ന് ഒരു തീരുമാനം. ഇതാ പ്രശ്നം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ സഹോദര ആ പണിക്ക് പോയേക്കരുത്. സ്വന്തം കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുമെന്ന് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അന്നേരമാണ് നമ്മൾ ചൊല്ലും ചെലവും കൊടുത്ത് വളർത്തി നമ്മൾ ഈ സ്വയനീതി, എവിടെ നിന്ന് പാവം പിള്ളേരല്ലേ, അവരെ വിളിച്ചുകൊണ്ടത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി നീയാക്കി എനിക്ക് തിരിഞ്ഞു നിൽക്കുന്നു. എല്ലാ പിള്ളേരും കുറെ കഴിയുമ്പോൾ തിരിഞ്ഞു നിൽക്കും. സ്വന്തം കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നിന്നാൽ സഹിക്കാൻ മേലാത്തവരാണ്. മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങൾ നോട്ടിയായി കഴിഞ്ഞാൽ അവർ സഹിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ദൈവം ഞങ്ങൾക്കൊരു കൃപ തന്നുകൊണ്ടാണ് പാപം ചെയ്യാതെ രക്ഷപ്പെട്ടു പോയത്. നാളെ ഇതും കൊണ്ടുകൊണ്ട് ഇറങ്ങിയ ഞങ്ങൾ എന്തുമാത്രം സ്ട്രഗിലൂടെ പോയിട്ടുണ്ട്. ഞാൻ ഈ പിള്ളേർ രാത്രി ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഡോറിൽ കിടന്നിട്ടുണ്ട്. രാത്രി 1 മണിയാകുമ്പോൾ പെൺപിള്ളേരാ കാണത്തില്ല. ദേഷ്യം വരാതിരിക്കാൻ കരഞ്ഞ് നിലവിളിച്ച ഒരു വിധത്തിൽ തടിയൂരി പോകുന്നത്. അതാ ഞാൻ പറഞ്ഞ, അനുകരിക്കാൻ ഒരാൾക്ക് അവരവർക്ക് കിട്ടിയ കൃപയ്ക്ക് അതനുസരിച്ച് അല്ലാതെ ജീവിക്കാനോ ചെയ്യാനോ പറ്റാത്ത ഒരു നീതി. നാളെ മുതൽ യേശുക്രിസ്തു ചെയ്യുന്ന പോലെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ 1ാമത്തെ ദിവസം തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടുന്ന നീതി. സംതിങ് ദാറ്റ് അവർ ഫ്ലഷ് ക്യാൻ നെവർ അച്ചീവ്. അങ്ങനെ ഒരു നീതി വെളിപ്പെട്ടപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന, ദൈവമേ നീ ഇത്രയും വലിയ നീതി കാണിച്ചു തരുവാണെങ്കിൽ ഇതിലൂടെ രക്ഷപ്പെടാൻ എന്നെ നീ സഹായിക്കും. അതാണ് ഫെയ്ത്ത്. എഫെസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള പ്രാർത്ഥനയിലൂടെ പറയുന്നത്, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണം. അപ്പോൾ സ്നേഹത്തിൽ വേരൂന്നുന്ന ക്രിസ്തു തമ്മിൽ വസിക്കുന്ന, ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ വിശ്വാസത്താൽ ജീവിക്കുന്ന, the very same life which Jesus lived, completely listening to the Holy Spirit, the Spirit given life, അതേ ലൈഫ്, അതേ ആത്മാവ് നമുക്ക് തരുന്ന ആ ജീവനിലേക്കാണ് നമ്മൾ വിശ്വാസത്താൽ എപ്പോഴും നോക്കുന്നത്. നല്ല ഇടയൻ നമുക്ക് തന്നത് അവൻ ജീവിച്ച ആ ജീവിതമാണ്. ആ ജീവിതം നമുക്ക് ലഭിക്കുന്നത് ആത്മാവിലൂടെയാണ്. ആത്മാവ് കർത്താവിന് നൽകിയ അതേ ലൈഫ് തന്നെ നമുക്കും, അതേ നീതി, അതേ വിശുദ്ധി, അതേ തേജസ്സിലേക്ക് നമ്മൾ നടത്തുന്ന അതേ ആത്മാവ് തന്നെയാണ് നമ്മളെയും നടത്തുന്നത്. സോ വി ഓൾ ബിക്കം ചിൽഡ്രൻ ഓഫ് ഗോഡ്. വൺ ഡേ വി ഓൾ വിൽ ബി ഗ്ലോറിഫൈഡ് ലൈക്ക് ക്രൈസ്റ്റ്. ഈ യാത്ര ഞാൻ ആദ്യത്തെ ദിവസം നിങ്ങളോട് പറഞ്ഞൊരു കാര്യം, അപ്പോസ്തലിക ലേഖനങ്ങളിലെ ഉപദേശങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് 2ആയിട്ട് വിഭജിക്കാം. എത്രയായിട്ട് വേണമെങ്കിലും വിഭജിക്കാം. ഇത് ഓരോ ആളുകൾ കാണുന്ന പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ്. എന്നാൽ എഫെസ്യ ലേഖനം 3-ാം അധ്യായം വരെ, 3-ന്റെ 15 വരെയുള്ള വാക്യങ്ങൾ എപ്പോഴും
ദൈവം നമുക്ക് ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ് എന്ന പൊസിഷൻ വ്യക്തമാക്കുന്ന ലേഖനങ്ങളാണ്. അവിടെ നമ്മൾ പാർട്ടിസിപ്പൻസ് പോലും അല്ല. വെൻ ഗോഡ് elected us, we didn't know. When Christ died for us, we didn't know. God accomplished everything and he made us partakers in it. അപ്പോൾ നമ്മുടെ കണ്ണ് തുറന്ന് കർത്താവ് വലിയ കാഴ്ച നമുക്ക് കാണിച്ചു തന്നു, നമ്മുടെ വെൽത്ത് എന്താണെന്ന് കാണിച്ചു തന്നു. എഫെസ്യ ലേഖനത്തിൽ 2 പ്രാർത്ഥനയുണ്ട്. 1-ാം അധ്യായത്തിലൊരു പ്രാർത്ഥനയുണ്ട്. 1-ാം അധ്യായത്തിലെ പ്രാർത്ഥനയിൽ കർത്താവെ വെൽത്ത് എന്താണെന്ന് കാണാൻ എൻ്റെ കണ്ണുകളെ തുറക്കണേ എന്നുള്ളതാണ്. Only if our inner eyes are open, we can see the wealth in Christ. ആ വെൽത്ത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയുള്ളൊരു പ്രാർത്ഥനയാണ്. കണ്ണ് തുറക്കണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ് നമ്മൾ എഫെസ്യ ലേഖനം ആദ്യത്തെ അധ്യായത്തിൽ കാണുന്നത്. എന്നാൽ 3-ാമത്തെ അധ്യായം വരുമ്പോഴേക്കും ആ വെൽത്ത് അനുഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. ആ വെൽത്തിനെ കുറിച്ച്, ആ ക്രിസ്തുവിൻ്റെ വെൽത്ത് എത്ര മഹത്വമേറിയതാണ്, എത്ര അത്ഭുതകരമാണ് എന്ന് ഈ 2 പ്രാർത്ഥനകളിലൂടെയാണ്, ദൈവത്തോട് പൗലോസ് മുമ്പിൽ വയ്ക്കുന്ന 2 പ്രാർത്ഥനകളിലൂടെയാണ് പറയുന്നത്. 1-ാമത്തെ പ്രാർത്ഥനയിൽ ഇങ്ങനെയാണ്, that the God of our Lord Jesus Christ, chapter 1 verse 17, the Father of glory may give you the spirit of wisdom and revelation in the knowledge of him, having the eyes of your hearts enlightened, that you may know what is the hope to which he has called you, what are the riches of his glorious inheritance in the saints, and what is the immeasurable greatness of his power toward us who believe, according to the working of his great might that he worked in Christ when he raised him from the dead and seated him at his right hand in the heavenly places. ഇതിനകത്ത് ഒരൊറ്റ കാര്യം പറയുന്നത് നിങ്ങൾ അറിയുന്നതിനെന്നാണ്. സോ ദാറ്റ് യുവർ ഇന്നർ ഐസ് ആർ ഓപ്പൺ. നിങ്ങളുടെ അകക്കണ്ണ് തുറന്ന് ഈ ക്രിസ്തു നമുക്ക് വേണ്ടി സമ്പാദിച്ച അത്ഭുതകരമായ വെൽത്ത് എന്താണെന്ന് കാണാൻ ഇവരുടെ കണ്ണുകളെ തുറക്കണമെന്നുള്ളൊരു പ്രാർത്ഥനയാണ് അത്. അതിനുശേഷം ഒരു വർഷിപ്പോടു കൂടി, ഒരു സ്തോത്രത്തോടു കൂടി അത് അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദ പ്രെയർ ഈസ് അബൌട്ട് എക്സ്പീരിയൻസിങ് ദാറ്റ് വെൽത്ത്. നമുക്ക് വെൽത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നമുക്കത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റണം. വി നീഡ് ടു നോ ദാറ്റ് വി ആർ how much wealthy we are in Christ, and also we should be able to enjoy that wealth. പണ്ട് ഈ കോഴിക്കോടിൻ്റെ അടുത്തുള്ളൊരു നഗരത്തിൽ ഒരു ലേഡി ഒരു എന്താ പറയുന്ന ഒരു ജെന്റിൽമാൻ, വെരി ഓൾഡ് മാൻ. അദ്ദേഹം വലിയ ഭൂസ്വത്തുക്കളുടെ ഉടമയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിന് അത്ര സ്ഥിരതയില്ലാത്തതുകൊണ്ട് ഈ സ്വത്തെല്ലാം പുള്ളിയാന്ന് പുള്ളിക്ക് അറിയാൻ വയ്യായിരുന്നു. ഓരോ കടക്കാർ അതിനകത്തൊക്കെ കട നടത്തി അവർ വല്ലപ്പോഴും കൊടുക്കുന്ന ഭിക്ഷ കൊണ്ടാണ് പുള്ളി ജീവിച്ചുകൊണ്ടിരുന്നത് കേട്ടിട്ടുണ്ട്. മരിച്ചും പോയി. വെൽത്ത് നമുക്കറിയത്തില്ല, നമ്മൾ ദരിദ്രന്മാരായിട്ട് ജീവിക്കുകയാണ്. ബട്ട് വി ആർ ഇമ്മൻസ്ലി വെൽത്തി ഇൻ ക്രൈസ്റ്റ്. ഇപ്പം നിങ്ങൾ ഇവിടുത്തെ ഡോളറിൽ എണ്ണി നോക്കരുത്, ഡോളറിൽ എണ്ണാവുന്ന വെൽത്ത് അല്ലാതെ. നമ്മളെ കൊണ്ട് വയ്യ, അയ്യോ, തളർന്നു എന്നൊക്കെ പറയുമ്പം ഇഷ്ടംപോലെ വെൽത്ത് വെച്ചോണ്ടാണ് നമ്മളത് പറയുന്നത്. വി ക്യാൻ ഡു എനിത്തിങ് ത്രൂ ക്രൈസ്റ്റ്. കാരണം കർത്താവ് ജീവിച്ച ജീവൻ, ആ വഴിയിലൂടെ നടക്കാനുള്ള എല്ലാ വെൽത്തും കർത്താവ് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല എനിക്ക് അവനോട് ക്ഷമിക്കാൻ പറ്റില്ല കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. അതും നമുക്ക് കർത്താവ് തന്നിട്ടുണ്ട്. To live in his wisdom, whatever is required is supplied to us. അപ്പോൾ നമ്മുടെ ധനം മനസ്സിലാക്കുകയും ആ ധനം നമ്മൾ അനുഭവിക്കുകയും ചെയ്യുക. അപ്പോൾ എഫെസ്യ ലേഖനം ഒരു വലിയ ഷിഫ്റ്റാണ്. എഫെസ്യ ലേഖനം പഠിച്ചാൽ നമുക്കതിൻ്റെ ഒരു ഭാഗത്ത് നീതീകരണവും മറുഭാഗത്ത് വിശുദ്ധീകരണവും, അത് ആ വെൽത്ത് എങ്ങനെ നമ്മുടെ മാര്യേജിൽ, നമ്മളത് ഒരു ദിവസം ചിന്തിച്ചായിരുന്നു, ഈ ക്രിസ്തുവിൻ്റെ ഇമ്മെഷറബിൾ വെൽത്ത് എങ്ങനെയാണ് ഒരു മാര്യേജിലേക്ക്, ഒരു കുടുംബജീവിതത്തിലേക്ക് ട്രാൻസ്ലേറ്റഡ് ആകുന്നതെന്ന് നമ്മൾ കണ്ടിരുന്നു. അത് നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ, നമ്മുടെ അനുദിന ഓഫീസ് ലൈഫ് ആയാലും എവിടെ ആയാലും, വി ഹാവ് ദാറ്റ് വെൽത്ത് അവൈലബിൾ ടു ലീവ് ദാറ്റ് സ്പെഷ്യൽ ലൈഫ് ഓഫ് ദ സൺ. ദൈവത്തിൻ്റെ മക്കളെ പോലെ ജീവിക്കാനുള്ള വെൽത്ത് നമുക്ക് ഉണ്ട്. ഈ എഫെസ്യ ലേഖനം ഒരു വലിയ ഷിഫ്റ്റാണ്. നീതീകരണത്തിൻ്റെ ആ ഫോക്കസിൽ നിന്ന് വിശുദ്ധീകരണത്തിൻ്റെ ഫോക്കസിലേക്ക് അപ്പോസ്തലിക ഉപദേശങ്ങൾ ടേൺ ആകുന്നത് എഫെസ്യ ലേഖനത്തിലാണ്. കൊളോസ്യ ലേഖനം മുഴുവൻ പറയുന്നത് നമ്മൾ അവൻ്റെ വിശുദ്ധി എങ്ങനെ പ്രാപിക്കും. നോട്ട് ബൈ ദ കമാൻഡ്മെൻറ്റ്സ് ഓഫ് ദ ലോ, ബട്ട് ബൈ ഫെയ്ത്ത്, ബൈ ലുക്കിംഗ്, ബൈ സെറ്റിംഗ് അവർ ഐസ് ഓൺ തിങ്സ് ഓഫ് ഹൈ. ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ ഫിക്സ് ചെയ്യുന്ന വഴി, മറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ജീവൻ വിശ്വാസത്താൽ ജീവിക്കുന്നത് വഴി. ഉയരത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തി കർത്താവിൻ്റെ വെൽത്ത് നമുക്ക് മനസ്സിലാകുമ്പോൾ ഈ ലോകത്തെ ഇതെല്ലാം മലിനമെന്ന് നമ്മൾ കാണുന്നു.
അത് കഴിഞ്ഞുള്ള എല്ലാ ലേഖനങ്ങളും നമ്മൾ പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ വി നോ ഇറ്റ്സ് ഫോക്കസിങ് ഓൺ ഹോളിനെസ്. ഹോളിനെസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പെർസിക്യൂഷൻസ് ആൻഡ് സഫറിങ്സ്. യാക്കോബിൻ്റെ ലേഖനം വായിക്കുമ്പോൾ വിശുദ്ധിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കൺസിസ്റ്റൻറ്റ് ഫെയ്ത്ത്, വിശ്വാസത്തിൻ്റെ സ്ഥിരത, ഫലം പുറപ്പെടുവിക്കുന്ന സ്ഥിരമായ ഫെയ്ത്ത്. അതുകൊണ്ട് നമ്മുടെ പത്രോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ പറയുന്നത് നിങ്ങൾ വിശ്വാസത്തോട് വീര്യവും, അങ്ങനെ ഓരോന്ന് ആഡ് ചെയ്ത് സ്ഥിരതയും ഇന്ദ്രിയജയം എല്ലാം ആഡ് ചെയ്ത് അവസാനം സ്നേഹം. യോഹന്നാൻ്റെ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും ആ വിശുദ്ധിയുടെ ഏറ്റവും ഉന്നതമായ അഗപ്പെ, ദൈവികമായ സ്നേഹം ഒരാളുടെ ഹൃദയത്തിലേക്ക് വരുന്നതിനെക്കുറിച്ചാണ് യോഹന്നാൻ്റെ ലേഖനം പറയുന്നത്. അപ്പം സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തിൻ്റെ വെൽത്തിനാൽ നിറയപ്പെടേണ്ടത്, എങ്ങനെയാണ് ഒരു ക്രിസ്തുവിലേക്ക് ഒരു മനുഷ്യൻ വളർന്ന് വളർന്ന് വലുതാകുന്നതെന്നാണ് ഈ ലേഖനങ്ങളെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ സ്പിരിച്വൽ ലൈഫ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ ഓഫ് ദി ന്യൂ ടെസ്റ്റമെൻറ്റ്, നോട്ട് ജസ്റ്റ് ദ ന്യൂ ടെസ്റ്റമെൻറ്റ്, ഈവൻ ഓൾഡ് ടെസ്റ്റമെൻറ്റ്. കാരണം ഈ ഓൾഡ് ടെസ്റ്റമെൻറ്റ് രണ്ട് രീതിയിൽ വായിക്കാം. ഒന്നുകിൽ നമുക്ക് യഹൂദന്മാർ വായിച്ച പോലെ വായിക്കാം. അതായിപ്പം സാധാരണ ചർച്ചകളെല്ലാം നടക്കുന്നത്. യഹൂദന്മാർ വായിക്കുന്ന പോലെ വായിച്ചാലുള്ള കുഴപ്പം, അവിടെ നമ്മൾ കാണുന്ന മുഴുവൻ സമ്പത്തുകൾ ലഭിക്കുന്നു, നിങ്ങൾ അനുസരിച്ച് അത് ലഭിക്കും ഇത് ലഭിക്കും. പക്ഷെ അവസാനം എന്ത് സംഭവിക്കുന്നത്? യഹൂദന്മാർക്ക് എന്ത് സംഭവിച്ചു? യഹൂദന്മാർ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് അല്ലേ കർത്താവിനെ വേണ്ടാന്ന് വെക്കാൻ അവരുടെ പഠനം അവരെ സഹായിച്ചത്. ദ വേ ദേ സ്റ്റഡീഡ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ്, ദേ തോട്ട് അവരുടെ മെസ്സിഹ അവർക്ക് സമ്പത്ത് തരുന്ന, രാജ്യം തരുന്ന ഒരു മെസ്സിഹയാണെന്ന് അവർ വിചാരിച്ചു. ദേ മിസ്അണ്ടർസ്റ്റുഡ് ദ ഹോൾ കൺസെപ്റ്റ് ഓഫ് ഗോഡ്സ് പ്ലാൻ. കാരണം എന്താണ്? അവർ വായിച്ചത് ആത്മാവിലല്ല, അവർ വായിച്ചത് കർത്താവ് ആഗ്രഹിച്ച പോലെയല്ല. എന്നാൽ അപ്പോസ്തലന്മാർ എങ്ങനെയാണ് പഴയ നിയമം വായിച്ചത് നോക്കി. പഴയ നിയമം അപ്പോസ്തലന്മാർ വായിക്കുമ്പോൾ ദ പിക്ചർ ഈസ് ടോട്ടലി ഡിഫറെൻറ്റ്. ആ കണ്ണിലൂടെ വേണം നമ്മളും പഴയ നിയമം വായിക്കാൻ. വെൻ യു റീഡ് ദ ഓൾഡ് ടെസ്റ്റമെൻറ്റ് ത്രൂ ദ ഐസ് ഓഫ് ദ അപ്പോസിൽസ്, എല്ലാ പാസേജുകളിലും നമുക്ക് ക്രിസ്തുവിനെ കാണാം. ഹാബേലിൻ്റെ യാഗം മുതൽ ഇങ്ങോട്ട്, വീഴ്ച മുതൽ അതിനുശേഷമുള്ള ഓരോ പ്രോമിസുകൾ, അതിനുശേഷമുള്ള ഓരോ വിശ്വാസിയും നടന്ന നടപ്പ്, എബ്രഹാം തൊട്ട് മോശ തൊട്ട് റാഹാബ് എന്ന വേശ്യ ഉൾപ്പെടെ, അതെല്ലാം വലിയൊരു ലിസ്റ്റായിട്ട് എബ്രായ ലേഖനം 11 നമ്മൾ വായിക്കുന്നുണ്ട്. അത് വായിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ ഇത് ഓൾഡ് ടെസ്റ്റമെൻറ്റിൽ അങ്ങനെ ആയിരുന്നോ. പല ആൾക്കാരും പറയുന്നത് ഹാബേലിൻ്റെ യാഗം ദൈവം സ്വീകരിക്കാനുള്ള കാരണം അത് മൃഗത്തെ കൊന്നതുകൊണ്ട്, രക്തം ഉള്ളതുകൊണ്ടാണ്. ഞാനപ്പോൾ ചെറുപ്പത്തിലേക്ക് ആലോചിച്ചിട്ടുണ്ട്, കായിൻ പാവം, അവൻ കൃഷിക്കാരനായിരുന്നു, അവൻ എന്ത് ചെയ്യും, അവൻ എവിടെ നിന്ന് കൊണ്ടുവരും? ഹാബേലാണെങ്കിൽ ആട്ടിടയനായിരുന്നു. അപ്പം ബൈ പ്രൊഫഷൻ ദേ വർ ഡിഫറെൻറ്റ്. പക്ഷേ അത് എബ്രായ ലേഖനം വായിക്കുമ്പോഴാണ് പറയുന്നത് അങ്ങനെയല്ല, വിശ്വാസമാണ് അതിൻ്റെ ഡിഫറൻഷ്യേറ്റിംഗ് ഫാക്ടർ. ഇത് നമുക്ക് പുതിയ നിയമം വായിക്കുമ്പോൾ പുതിയ നിയമത്തിൻ്റെ കണ്ണിലൂടെ, അപ്പോസ്തലന്മാരുടെ കണ്ണിലൂടെ നമുക്ക് ബൈബിൾ മുഴുവൻ വേറെ ആ ഫെയ്ത്തിൻ്റെ ആംഗിളിൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കർത്താവിനെ ക്രൂശിക്കുന്ന യഹൂദന്മാരെ പോലാവും. പ്രിയ സഹോദരങ്ങളെ, ഇപ്പോൾ വന്ന് പെന്തക്കോസ്ത് പള്ളിയിൽ യേശുക്രിസ്തു എന്ന് പറഞ്ഞ അടി കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയിലൊരു സഹോദരൻ ഒരു പാസ്റ്ററോട്, പ്രധാനപ്പെട്ട ഒരു സഭയുടെ, അതേന്ന് പറയുന്നില്ല, ആ സഭയുടെ ഒരു പാസ്റ്ററോട് പറഞ്ഞു, നിങ്ങളിങ്ങനെ പിണങ്ങിയിരിക്കില്ല, നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണമെന്നല്ലേ കർത്താവ് പറഞ്ഞിരിക്കുന്നത് ചോദിച്ചപ്പം അദ്ദേഹം പറയാം, അത് യഹൂദന്മാരുടെ കർത്താവ് പറഞ്ഞതാണ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ഒരു 5 വർഷത്തിനുള്ളിൽ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർ നമ്മളെ തല്ലാനുള്ള സാധ്യതയുണ്ട്. കാരണം ക്രൈസ്റ്റ് ഈസ് സോ മച്ച് എ സ്ട്രേഞ്ചർ ഇൻ ദ ചർച്ചസ് നൗ ഡേയ്സ്. കർത്താവ് എന്ന വാക്ക് പോലും, ഞങ്ങളുടെ ചർച്ചിൽ ഒരു മോള് വന്നിട്ട് പറഞ്ഞാണ്, പാസ്റ്ററെ ഞങ്ങൾ നേരത്തെ പോയിക്കൊണ്ടിരുന്ന ചർച്ചിൽ യേശു ക്രിസ്തു എന്ന് പറയുന്ന അവസാനം കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. നെവർ ഹേർഡ് അബൌട്ട് ക്രൈസ്റ്റ്. ഒരു കുട്ടി ഞങ്ങളുടെ ചർച്ചിൽ വന്നു, അവരിങ്ങനെ വലിയ ചർച്ചയിൽ നിന്ന് ചാടിപ്പോന്നതാണ് ഒറ്റയ്ക്ക്. അവിടെ പേരൻസ് എല്ലാം അതിനകത്ത് തന്നെ ഒറ്റയ്ക്ക് ചാടിപ്പോന്നു. ഇപ്പോൾ പാസ്റ്റർ വീട്ടിൽ ചെന്ന് അന്വേഷിച്ച് എന്തിനാണ് നീ പോയത് എന്ന് വെച്ചപ്പം ആ കുട്ടി പറഞ്ഞ റിപ്ലൈ ഇതാണ്, അതിൻ്റെ വാട്സാപ്പിൽ കിടപ്പുണ്ട്, 25 വർഷമായിട്ട് ഞാനിവിടെ ഉണ്ട്, ഇന്നേ വരെ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ, വിശദീകരിക്കപ്പെടുന്നത് എങ്ങനെ, സ്വർഗത്തിൽ പോകുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് മിഷണറി ആയിട്ട് പോകാൻ ആഗ്രഹമുണ്ട്, മിഷൻ എന്താണെന്ന് ഞാൻ ഇവിടെ നിന്ന് കേട്ടിട്ടില്ല. ഞാൻ എപ്പോൾ വന്നാലും കേൾക്കുന്നത് ഇന്ന് രാത്രി വിടുതൽ വരുന്നു, ഇന്ന് പകൽ വിടുതൽ വരുന്നു എന്നുള്ള ഒരൊറ്റ മെസ്സേജ് ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ഒത്തിരി പേര് ഞായറാഴ്ച വരുന്നത് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണ്, അവർ വന്ന് ഈ പ്രശ്നങ്ങളൊക്കെ മാറാൻ വേണ്ടി ഇങ്ങോട്ട് പ്രാർത്ഥിക്കേണ്ട, അതല്ലേ പ്രധാനം, അവരുടെ വേദന മാറാൻ വേണ്ടി ഞങ്ങൾ അങ്ങനെ പ്രസംഗിക്കുന്നതെന്ന് ചോദിച്ചപ്പം ഈ കുട്ടി പറഞ്ഞു, വേദനയൊക്കെ മാറിക്കോട്ടെ, പക്ഷെ ആൾക്കാർ രക്ഷിക്കപ്പെടണ്ടേ. ക്രിസ്തുവിൻ്റെ നാമം തന്നെ ഇടർച്ചയായിരിക്കുക, വാക്ക് പോലും പറയാം, പുതിയ നിയമത്തിനൊരു പ്രസംഗം പോലും കേൾക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ഈ പഴയ നിയമം വായിച്ച് അതിനകത്ത് അനുഗ്രഹങ്ങളിൽ രസിച്ച് പ്രവാചകന്മാർ വന്ന ഉടനെ ഒരു പഴയ നിയമത്തിലോട്ട് പോകും. എൻ്റെ ചെറുപ്പത്തിലൊരു അനുഭവം, ഞാൻ ബൈബിൾ കോളേജ് പഠിക്കുന്ന സമയത്ത്, ബൈബിൾ കോളേജിൽ പഠിപ്പിക്കുന്നതൊക്കെ ഭയങ്കര ഗ്രാമാറ്റിക്കൽ ഹിസ്റ്റോറിക്കൽ ഇൻ്റർപ്രിട്ടേഷനൊക്കെ ആണെങ്കിലും ഈ
സാമാന്യ ജനത്തിനൊരു ആശ്വാസം കൊടുക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് പ്രോഫിറ്റ്സിനെ വിളിക്കും. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ വൈകിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ പിറ്റേ ദിവസം പ്രോഫിറ്റ് വരും. അപ്പം ഞാൻ ആഹാരമേശയിൽ ഇരുന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനൊരു പ്രൊഫസി പറയാം ഈ പ്രോഫിറ്റിനെ കുറിച്ച്. പൊരുത്തം പറഞ്ഞു, എന്താ? നാളെ രാവിലെ മുതൽ വൈകിട്ട് വരെ പുള്ളി പ്രസംഗിക്കുമ്പം പുതിയ നിയമത്തിൽ നിന്നൊന്നും വായിക്കില്ല, പഴയ നിയമത്തിൽ നിന്ന് മാത്രമേ പ്രസംഗിക്കുള്ളൂ. ഇതാണ് എൻ്റെ പ്രോഫസി. ഈ പ്രവാചക ശിഷ്യന്മാർക്ക് ആകെ അങ്കലാപ്പായിപ്പോയി. കാരണം അവർക്കും അറിയാം അതേ സംഭവിക്കുള്ളൂ എന്നുള്ള കാര്യം. ഇതെങ്ങനെയെങ്കിലും തിരുത്തണം. പുള്ളി അവിടെ ചെന്ന് ഇവരെ അന്ന് ആ പ്രവാചകനോട് പറഞ്ഞു, ഇങ്ങനൊരുത്തൻ ഇറങ്ങിയിട്ടുണ്ട്, അവൻ ഇങ്ങനൊരു വെല്ലുവിളി വെച്ചിരിക്കുകയാണ്, പഴയ നിയമത്തിൽ നിന്ന് മാത്രമേ പാസ്റ്റർ നാളെ പ്രസംഗിക്കുള്ളൂ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. പുള്ളി പിറ്റേ ദിവസം നേരെ വന്ന് ഇന്ന് ചില ആൾക്കാർ പറയുന്നുണ്ട് ഞങ്ങൾ പ്രവാചകന്മാരെല്ലാം പഴയ നിയമത്തിൽ നിന്നാണ്. അപ്പം എനിക്ക് മനസ്സിലായി ഇത് എത്തിയിട്ടുണ്ട് അവിടെ. അദ്ദേഹം റോമാലേഖനം. ഞാൻ ഞെട്ടിപ്പോയി. റോമാലേഖനത്തിന് എന്ത് പ്രവചനം? പുതിയ നിയമത്തിൽ പ്രവചിച്ച് എന്തെല്ലാം പ്രവചിക്കേണ്ടി വരും അല്ലേ? രണ്ടുടുപ്പുള്ളവനും ഇല്ലാത്തവനും കൊടുക്കുക, എല്ലാവരും അവനെ തല്ലിക്കൊല്ലും. അങ്ങനത്തെ ഒരു പ്രോഫിറ്റ്, പുതിയ നിയമത്തിൻ്റെ കാര്യങ്ങൾ ഓർപ്പിക്കുന്ന ഒരു പ്രോഫിറ്റ് വന്നാൽ ഒരു ദിവസം പോലും സഭയിൽ വെച്ചോണ്ടിരിക്കത്തില്ല. പ്രവാചകന്മാരെന്നും കല്ലെറുകൊള്ളുള്ളൂ. അങ്ങനെയാണ് പ്രവാചകന്മാർ. ഇത്തിരി കഠിനവാക്കുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അവർ. നല്ല തല്ലുകൊള്ളുക അന്ന് തൊട്ടേ കല്ലേറ് കൊണ്ട ആൾക്കാരാണ്. അപ്പം ഞാൻ വിചാരിച്ചാൽ എന്തായിരിക്കും പറയാൻ പോകുന്നത് കേട്ടോ. വിശ്വാസത്താൽ എബ്രഹാം, പിന്നെ എബ്രഹാമിൻ്റെ കഥയാണ് പറഞ്ഞത്. വായിച്ച്, കാരണം പറ്റത്തില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ ഫോർ ദം ടു ബ്രിങ് ദാറ്റ് ന്യൂ ടെസ്റ്റമെന്റ് മെസ്സേജ്. അത് ഈ രക്ഷയെക്കുറിച്ച് ഒരിക്കലും കേൾക്കാതെ ഒരു ആൻറ്റിനോട് പറഞ്ഞു, 22 വർഷം ഞാൻ പെന്തക്കോസ്തിൽ പ്രധാനപ്പെട്ട വിമൻസ് ലീഡർ, പ്രാർത്ഥന, ആരാധന, പക്ഷെ രക്ഷിക്കപ്പെട്ടിട്ടില്ലായിരുന്നു. രക്ഷയുടെ വചനം കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? വചനം വായിക്കുമ്പോൾ കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ നമുക്കത് പറഞ്ഞു തന്നതുപോലെ വായിക്കുന്നില്ല. നമ്മൾ പലരും ഒരു 100,000 പ്രസംഗങ്ങൾ കേൾക്കുന്ന അതിൻ്റെ എല്ലാം നോട്ട് കുറിച്ച് വെച്ചിരിക്കും. ഇന്ന് പ്രസംഗിക്കുന്നത് നാളെ അറിയില്ല. അതുകൊണ്ട് ജീവിതത്തിൽ ഒരു പ്രയോജനവുമില്ലാത്ത അനേകം പ്രസംഗങ്ങൾ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ബൈബിളിൽ എത്ര വാക്യമുണ്ട്? അറിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? എന്നോട് പലരും ചോദിക്കും, ഈ ദൈവത്തിൻ്റെ മക്കളും മനുഷ്യരുടെ പുത്രിമാരും എന്താ സാധനം? ഞാൻ പറയാം, എനിക്ക് അറിഞ്ഞിട്ടും അറിയാതിരുന്നിട്ടും യാതൊരു കാര്യമില്ല. ഐ ഡോണ്ട് നോ. വല്ല മല്ലന്മാരുണ്ടായിരുന്നു നമ്മൾ പറയുന്നുണ്ട്, ഇതെന്താ സംഭവം എന്ന് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. പക്ഷെ ഇത് അറിഞ്ഞേ പറ്റൂ. ഏത്? ബൈബിളിൻ്റെ മിഡിലുള്ള വാക്യം ഏതാ? അറിഞ്ഞില്ലേലും യാതൊരു കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് സ്വർഗത്തിൽ എത്തുന്നതെന്ന് അറിയണം. ടെക്നിക്കൽ ഇൻഫർമേഷൻ കൊണ്ട് ഒരു കാര്യമില്ല. അപ്പോസ്തലന്മാർ എന്ത് നമ്മളെ പഠിപ്പിച്ചു, അതിന്മേൽ മാത്രമേ നമ്മുടെ വിശ്വാസം പണിയപ്പെടുകയുള്ളൂ. അതിന്മേൽ മാത്രമേ നമുക്ക് വിശുദ്ധരായി മാറാനും സാധിക്കുകയുള്ളൂ. ഒരു സഭ എന്ന് പറഞ്ഞാൽ ആ സഭയുടെ ഫൗണ്ടേഷൻ തന്നെ ഈ അപ്പോസ്തലന്മാർ നമ്മൾക്ക് എങ്ങനെ ഈ ഹോൾ ബൈബിൾ വ്യാഖ്യാനിച്ചു തന്നു എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇത് ധൈര്യമായി അത് പഠിപ്പിക്കുവാൻ ഇന്ന് സഭകൾ തയ്യാറാകാത്തതുകൊണ്ടാണ് ഇത് ഇത്രയും ദുരുപദേശങ്ങളും ഇത്രയും ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന, വേണ്ട എന്ന് വെക്കുന്ന ചർച്ചകളിൽ നിന്ന് യേശുക്രിസ്തു എന്നുള്ള പേര് പോലും കേൾക്കാനില്ല. ലാവോദിക്ക സഭയുടെ ദൂതൻ എഴുതുക, കണ്ടാലും ഞാൻ വാതിക്കൽ നിന്ന് മുട്ടുന്നു. ആരുടെ വാതിക്കല? നമ്മൾ പറയുന്ന എല്ലാം ഹൃദയത്തിൻ്റെ വാതിക്കൽ നിന്ന് പാവം യേശു മുട്ടുവന്ന. ഈ ഈവാഞ്ചലിക്കൽസ് തന്നെ ഈ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഇറങ്ങിയപ്പം അവരിങ്ങനെ പ്ലീഡ് ചെയ്യുന്ന കർത്താവിനുണ്ട്, കർത്താവ് നിങ്ങളുടെ എല്ലാം വാതിക്കൽ നിന്ന് മുട്ടുന്നു. നിങ്ങളുടെ ആരെങ്കിലും വാതിക്കൽ നിന്ന് കർത്താവ് മുട്ടുന്നുണ്ടോ? ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടില്ല. മുട്ടുന്നത് ലാവോദിക്ക സഭയുടെ വാതിലില്ല. അവിടെ ഭയങ്കര പാട്ട ആരാധന. കർത്താവ് വെളിയില്ല. ഈ മുട്ടുന്ന ആര്? അകത്തുള്ള ആളാണോ പുറത്തുള്ള ആളാണോ വാതിക്ക് മുട്ടുന്നത്? അകത്തുള്ള ആൾ പോയി വാതിക്ക് മുട്ടേണ്ട കാര്യമുണ്ടോ? ഇല്ല. കർത്താവ് വെളിയിൽ നിന്ന് മുട്ടെന്ന് പറഞ്ഞ അർത്ഥം അകത്ത് കർത്താവ് ഇല്ല. അത് എക്സാക്ട്ലി അതുപോലെ തന്നെ നമുക്ക് സംഭവിക്കുന്നത്. ഒരു മിഷൻ മീറ്റിങ്ങിനിടയ്ക്ക് ഞാൻ പോയിരിക്കുമായിരുന്നു, അബദ്ധത്തിൽ പെട്ടുപോയതാണ്. ബിസിനസ് മീറ്റിംഗ് എന്ന് പിന്നെ അറിഞ്ഞത്. അപ്പോൾ ഇവരിങ്ങനെ കാശില്ല എന്ത് ചെയ്യുന്ന ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവ് ഉണ്ടല്ലോ, കർത്താവ് നടത്തിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒരു ചിരി. അപ്പോൾ എനിക്ക് മനസ്സിലായി പോക്ക് ശരിയല്ല. കാരണം അവർ വിചാരിക്കും ഇതിനിടയിൽ ഈ കർത്താവിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇവൻ എവിടെ നിന്ന് വന്നെന്ന് അവരുടെ മുഖത്തിരിക്കുന്നത്. അന്ത്യകാലത്ത് തെസ്സലോനിക്ക ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വിശ്വാസ ത്യാഗം എല്ലാ സഭകളിലും, ഇത് പെന്തക്കോസ്തിൽ മാത്രമല്ല, എല്ലാ സഭകളിലും ആ വിശ്വാസ ത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് ദാറ്റ് എബനസർ ക്രിസ്ത്യൻ അസംബ്ലി അതിനൊരു നിയോഗം ഉണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ടു സ്റ്റാൻഡ് ഫോർ ക്രൈസ്റ്റ് ആൻഡ് ദ ഡോക്ട്രിൻസ് ഓഫ് ന്യൂ ടെസ്റ്റമെന്റ്, ദ ഡോക്ട്രിൻസ് ഓഫ് ക്രിസ്ത്യാനിറ്റി. അല്ലെങ്കിൽ ഇത് അടുത്ത തലമുറയിൽ ഇത് പറയാൻ ആരും ഉണ്ടാവില്ല. കുറേ കഴിയുമ്പോൾ നമ്മുടെ പിള്ളേർ എന്താ ക്രിസ്ത്യാനിറ്റി എന്ന് മനസ്സിലാക്കാൻ ആരും ഉണ്ടാകത്തില്ല. അവരെ വിടുതൽ
ഇതെന്താണെന്നറിയാമോ? നിങ്ങളിപ്പം വെസ്റ്റേൺ രാജ്യങ്ങളിലൊക്കെ മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്ന് താമസിച്ചു ഒരു തലമുറയൊക്കെ ഓക്കെ, ഞങ്ങളിവിടെ എത്തിച്ച ദൈവമേ സ്തോത്രം എന്നൊക്കെ പറഞ്ഞു നടക്കും. 2 തലമുറ കഴിയുമ്പോൾ എത്തിച്ച കാര്യമൊക്കെ അവർ മറക്കും. അവരിവിടുത്തെ ആൾക്കാരായിട്ട് മാറും. എന്തോ ക്രിസ്ത്യാനിറ്റി എന്നും അറിയത്തില്ല, എന്താ ജീവിതം എന്നും അറിയത്തില്ലാത്തൊരവസ്ഥയിലോട്ട് പോകും. നിങ്ങൾ എത്ര നാൾ ഇതിനെ താങ്ങി നിർത്തും? വി നീഡ് ടു ഹാവ് സ്ട്രോങ് ഫൗണ്ടേഷൻസ് ഇൻ അവർ ഫാമിലി, ഇൻ അവർ ചർച്ച്. ഓക്കെ, ഞാൻ അത്രയും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എത്ര സീരിയസ് ആണെന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാൻ വേണ്ടിയാണ്. സോ ത്രൂ ദ അപ്പോസിൽസ് ഡോക്ട്രിൻസ് വി അണ്ടർസ്റ്റാൻഡ് ദ ഹോൾ ബൈബിൾ. വി ക്യാൻ നോ ദ സ്ക്രിപ്റ്റേഴ്സ്. എല്ലാം അവർ വളരെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ കൊളോസി ലേഖനം മുതൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ, അതെങ്ങനെയാണ് നമ്മളെ ആ പെർഫെക്ഷനിലേക്ക്, യൂദായുടെ ലേഖനം അവസാനത്തെ 24-25 വാക്യങ്ങൾ പറയുന്ന പോലെ വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിച്ച് തൻ്റെ മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ അവൻ എങ്ങനെയാണ് നിർത്തുന്നത് എന്നുള്ളതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ഇതെല്ലാം കാണുന്നത്. അതിനൊരു പാറ്റേണിൽ അത് പോകുന്നത്. യാക്കോബിൻ്റെ ലേഖനമായാലും പത്രോസിൻ്റെ ലേഖനമായാലും എബ്രായ ലേഖനത്തിൽ വിശുദ്ധീകരണത്തിൻ്റെ അനേകം മാനദണ്ഡങ്ങൾ. ഹൗ ഡു യു നോ ദാറ്റ് യു ആർ സാങ്ക്ടിഫൈഡ്? ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞാൽ, എബ്രായ ലേഖനത്തിലെ 4-ാം അധ്യായം എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ശബത്ത് അനുഭവത്തെക്കുറിച്ചാണ് പറയുന്നത്, അല്ലേ? നിങ്ങൾക്കൊരു ശബത്ത് അനുഭവം ശേഷിച്ചിരിക്കുന്നു. ബൈബിളിൽ ആദ്യം സാങ്ക്ടിഫിക്കേഷൻ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ശബത്തുമായിട്ട് ബന്ധപ്പെട്ടാണ്. അത് ജനസിസ് ഉൽപ്പത്തി 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ തന്നെ 7-ാം ദിവസം കർത്താവ് എല്ലാ പ്രവൃത്തികളിൽ നിന്നും വിരമിച്ചു, 7-ാം ദിവസത്തെ അവൻ വിശുദ്ധീകരിച്ചു എന്ന് എഴുതിയിരിക്കും. സാങ്ക്ടിഫൈഡ്, ശുദ്ധീകരിച്ചെന്ന് മലയാളത്തിലുള്ളൂ, ബട്ട് ഇംഗ്ലീഷിൽ സാങ്ക്ടിഫൈഡ് എന്നാണ്. ഈ ശബത്ത് അനുഭവം എന്ന് പറയുന്നത് ദൈവവുമായിട്ടുള്ള ഒരു സ്വസ്ഥതയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നുള്ളതിൻ്റെ അർത്ഥത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് ഇനി കർത്താവുമായി ഒരൊടക്ക് നമുക്കില്ല. വി ആർ റെസ്റ്റിംഗ് ഇൻ ഹിം. ഈ റെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം കൂടെ അതൊരു സാങ്ക്ടിഫിക്കേഷൻ്റെ ഭാഗമാണ്. അതെങ്ങനെ നമ്മൾ ഓരോ ദിവസവും അനുഭവിക്കുന്നത്? ഞാൻ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണ്. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞങ്ങളുടെ ആൾക്കാർ പറയുമായിരുന്നു, ക്വയറ്റ് ടൈം എടുക്കണം. ക്വയറ്റ് ടൈം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? രാവിലെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ബൈബിളൊക്കെ വായിച്ച് മെഡിറ്റേറ്റ് ചെയ്ത്. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഐ ആം എ നൈറ്റ് ഓൾ, എനിക്ക് രാത്രി 2 മണി 3 മണി അത് ഉറക്കം വരത്തില്ലായിരുന്നു. അപ്പം ഇങ്ങനെ പുസ്തകങ്ങളൊക്കെ വായിച്ച് കിടന്ന് ബോധം കേട്ട ഉറങ്ങുന്നത് അന്ന് അങ്ങനെയായിരുന്നു. അപ്പോൾ എഴുന്നേൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഉറക്കം എന്ന് പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് അലാം വെച്ച് എഴുന്നേറ്റിട്ട് ഒന്നുകൂടെ ഉറങ്ങുന്നത്. അങ്ങനെ രസം അത്. കാരണം നമ്മൾ ഈ ഉറങ്ങിപ്പോകുന്നതുകൊണ്ട് ഉറങ്ങിയതിൻ്റെ സുഖം അറിയാൻ പറ്റത്തില്ല, അല്ലേ? ഉറങ്ങിക്കഴിഞ്ഞാൽ ഒന്നും അറിയുന്നില്ലല്ലോ. അതേസമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അലാം സ്നൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ സ്നൂസ് ചെയ്ത് അലാം പിന്നെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്, ഉറങ്ങുന്നത് നമുക്കറിയാം. അതൊരു ഭയങ്കര രസമായി രാവിലെ ഉറങ്ങാൻ. ആണോ? എനിക്കറിയത്തില്ല. അപ്പം ഞാൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, ഈ രാവിലെ 5 മണിക്ക് ക്വയറ്റ് ടൈം എടുക്കുന്നതിന് പകരം രാത്രി 12 മണിക്ക് എടുത്താൽ മതിയോ? അപ്പം അദ്ദേഹം പറഞ്ഞു, 12 മണിയാകുമ്പോഴേക്കും അന്നത്തെ ദിവസം എല്ലാം കഴിഞ്ഞ് നമ്മൾ ടയേർഡായിരിക്കും, ഒരു ഫ്രഷ് മൈൻഡ് ഉണ്ടായിരിക്കില്ല. ഒന്ന് ഉറങ്ങി സ്വസ്ഥമായിട്ട് എഴുന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ, കഷ്ടപ്പാടായിക്കോട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ ഞാനിരുന്ന് ആലോചിച്ചു, എല്ലാവരും ശാന്തമായിരിക്കുമ്പം നമ്മൾ ഭയങ്കര എനർജിയിലൊക്കെ ഇരിക്കുമ്പം ഒന്ന് മിണ്ടാതിരിക്കാന്ന് പറഞ്ഞ വലിയ കാര്യമൊന്നുമല്ല. ക്വയറ്റായിട്ടിരിക്കാൻ ഇസ് ഈസി. പക്ഷെ ക്രൂശിന് നടുവിൽ ക്വയറ്റായിട്ടിരിക്കാനാണ് പാട്. എല്ലാവരും കൂടി ഇവനെ ക്രൂശിക്കാ നാർത്ത് വിളിക്കുമ്പം അതിനിടയിൽ കർത്താവ് അനുഭവിച്ച ഒരു റെസ്റ്റ് ഉണ്ട്. അതൊരു ഭയങ്കര ക്വയറ്റ് ടൈമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ജീസസ് ഡിഡ് നോട്ട് അട്ടർ എ സിംഗിൾ വേർഡ് ടു ദ ഗ്രേറ്റ് അമേസ്മെന്റ് ഓഫ് ദ ഗവർണർ എന്നാണ്. നിശബ്ദനായിട്ട് അവിടെ ഇരുന്നു. ചുറ്റും ഭയങ്കര ബഹളമാണ്, ഗോസിപ്പുകളാണ്, സാമ്പത്തിക പ്രശ്നമാണ്, അവിടെ എന്തൊക്കെ സംഭവിക്കും. പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ അടുത്തൊരു സ്വസ്ഥത കണ്ടെത്തിയിരിക്കുന്നു. കാരണം ദൈവത്തിൻ്റെ മക്കളെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളുടെ ഒരു പ്രവൃത്തിയും ഇനി ശേഷിക്കുന്നില്ല. നമ്മൾ ചെയ്യേണ്ടതെല്ലാം കർത്താവ് ചെയ്തിരിക്കുന്നു. ആ വിശ്വാസത്തിലൂടെ നമ്മൾ കർത്താവിൻ്റെ മക്കൾ എന്ന രീതിയിൽ വിശദീകരിക്കപ്പെട്ടു അവൻ്റെ സ്വഭാവമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ വി ആർ റെസ്റ്റിംഗ് ഇൻ ഹിം. വി ആർ നോട്ട് ബോതേർഡ് ബൈ എനിത്തിങ് ബിക്കോസ് വി ഹാവ് ആൻ അഷുറൻസ് ദാറ്റ് നോ വൺ ക്യാൻ ടേക്ക് അവേ. ഇത് സാങ്ക്ടിഫിക്കേഷൻ്റെ ആദ്യത്തെ അടയാളങ്ങളിൽ ഒന്നാണ്. ദാറ്റ് വി ക്യാൻ റെസ്റ്റ് വിത്ത് ദ ലോർഡ്. ദ ടർബുലന്റ് മൈൻഡ് ഈസ് നോ മോർ കോസിങ് ആങ്സൈറ്റി ടു അസ്. എബ്രായ ലേഖനം മുഴുവൻ അതാണ്. എങ്ങനെയാണ് അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കേണ്ടതിന്. സ്പീക്കിംഗ് അബൌട്ട് സാങ്ക്ടിഫിക്കേഷൻ 12-ാം അധ്യായത്തിൽ എങ്ങനെയാണ് കർത്താവ് നമ്മളെ ഡിസിപ്ലിൻ ചെയ്ത് സാങ്ക്ടിഫൈ ചെയ്യുന്നത്. അവൻ്റെ വിശുദ്ധി നാം പ്രാപിക്കുവോളം അവൻ നമ്മെ ബാലശിക്ഷ കഴിക്കുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ നിങ്ങളെ ശിക്ഷിച്ച് കുറച്ചു കാലത്തേക്കും അവർക്ക് ബോധിച്ച പ്രകാരവും അത്രേ. എന്നാൽ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന്. അപ്പോൾ നമ്മൾ ആരുടെ വിശുദ്ധി പ്രാപിക്കണം? നമ്മൾ കുറച്ച് നന്നായാൽ പോരാ. We need to be sanctified as according to his plan, God's plan.
അതുപോലെ 13-ാം അധ്യായത്തിൽ പറയുന്നത് നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തേക്ക് പോവുക. അതിനർത്ഥം എന്താ? സഫർ ഫോർ ദ സേക്ക് ഓഫ് ദ ലോർഡ് ആൻഡ് ബി സെപ്പറേറ്റഡ് ഫ്രം ദ ക്യാമ്പ്. ക്യാമ്പിലുള്ളവരെല്ലാവരും ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാതെ ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിൻ്റെ പുറത്തേക്ക് പോവുക. ദാറ്റ് സെപ്പറേഷൻ ഈസ് സാങ്ക്ടിഫിക്കേഷൻ. കാരണം നമ്മൾ ലോകത്തിലെ കോമൺ ആയിട്ടുള്ള ആ കാഴ്ചപ്പാടിൽ നിന്നും നമ്മൾ ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുന്നവരായി പാളയത്തിന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുന്നു. വി ആർ സെപ്പറേറ്റഡ്. ആ വിശദീകരണത്തിനകത്ത് സെപ്പറേഷൻ എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ട്. സെറ്റ് അപ്പാർട്ട് ഫോർ ദ ലോർഡ്. കാരണം അപ്പോൾ ക്രിസ്തുവിൻ്റെ നിന്ന, അങ്ങനെയൊക്കെ പോയിരിക്കുമ്പോഴാണ് ചർച്ചിൽ പോയിരിക്കുമ്പോൾ നിന്നെ മാനിക്കുന്ന ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ തുടങ്ങുന്നത്. ശരിക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അറിയത്തില്ല. എനിക്ക് സംഭവിച്ച ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്, ചെറുപ്പത്തിലെ ഈ കാത്തലിക്സ് കന്യാസ്ത്രീകൾ നടത്തിക്കൊണ്ടിരുന്ന സ്കൂളിലാണ് ഞാൻ ചെറുപ്പകാലത്ത് പഠിച്ചത്. അപ്പോൾ ഈ കന്യാസ്ത്രീകളൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ എന്തെങ്കിലും മത്സരത്തിലോ പഠനത്തിലോ ഒക്കെ ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ അവർ ഗിഫ്റ്റ് തരും. സാധാരണ ഗിഫ്റ്റ് തരുന്ന ക്രിസ്മസ് കാർഡുകളാണ്. അതിങ്ങനെ കട്ട് ചെയ്ത്, ചെറുപ്പകാലത്ത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അറിയാൻ മേല, കിട്ടിയിട്ടുണ്ടാവും. ഈ കന്യാസ്ത്രീകളുടെ കോൺവെന്റ് സ്കൂളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ്. പക്ഷെ എനിക്ക് അവർ തന്നുകൊണ്ടിരുന്ന എല്ലാം വിശുദ്ധന്മാരുടെ പുസ്തകം. അത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ഒരു പിടിയില്ല. കൊച്ചുറാണിയുടെ ജീവിതം, അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ്, ഇങ്ങനെ കാർട്ടൂൺ, നമുക്ക് കുട്ടികളുടെ വരച്ചു വെച്ചേക്കുന്ന കാരിക്കേച്ചർ പോലെ. അപ്പം ഞാൻ ഇവരുടെ ഈ കാത്തലിക് വിശുദ്ധന്മാരുടെ എല്ലാം കഥ വായിച്ചാൽ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്തോ ഒരു കഷ്ടപ്പാടാണ് എൻ്റെ ദൈവമേ ഈ ലൈഫ് എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് ഇയർ പ്രീ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ് CSA പള്ളി ഞാൻ ഒറ്റയ്ക്ക് പോയി. കാരണം അതിനകത്ത് ഈ പറയുന്ന ഗുരുമാരുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് പോയി സമാധാനമായിട്ടിരിക്കാം. അപ്പോൾ അവരുടെ സൺഡേ സ്കൂളിൽ ഞാൻ പഠിപ്പിക്കുകയും ചെയ്തു. 18 വയസ്സ് വരെയാണ് സൺഡേ സ്കൂൾ. അപ്പോൾ അവസാനത്തെ ഒരു വർഷം ഞാൻ പഠിച്ചു, പിന്നെ അവിടെ പഠിപ്പിക്കുകയും ചെയ്തു. അവിടെ മുഴുവൻ വായിക്കുന്നത് മിഷണറിമാരുടെ കഥയാണ്. വില്യം കേറി, അവർക്ക് മിഷണറി ഹീറോസ് ഉണ്ട് കുറേ പേര്. വില്യം കേറി, ഹഡ്സൺ ടൈലർ, C.T. സ്റ്റഡ്, ഇവരെക്കുറിച്ചൊക്കെ ഞാൻ പഠിച്ചത് ആ 2-3 വർഷമാണ്. അപ്പം രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുന്ന എൻ്റെ ചിന്ത എന്താണെന്നറിയോ? എൻ്റെ കർത്താവ് ഇവരിൽ ഒരാളെ പോലെ എൻ്റെ ജീവിതം ഇതോടെ തീർന്നു. ഞാൻ ഇനി കർത്താവിൻ്റെ സഫറിങ് നിന്നയും ചുമന്ന ആൾക്കാരെന്നെ പരിഹസിക്കും, നിന്ദിക്കും, ഞാൻ ഒറ്റപ്പെട്ടു പോവും, ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അപ്പം ഒരു ദിവസം സ്നാനപ്പെടാൻ ഞാൻ തീരുമാനിച്ചു. ഒരു ബുധനാഴ്ചയാണ് ഞാൻ ഫൈനലി ഡിസൈഡ് ചെയ്യുന്നത്. എന്നിട്ട് എൻ്റെ വീട്ടിൽ ചെന്ന് ഞാൻ പറയാണ്, ഈ ശനിയാഴ്ച ഞാൻ സ്നാനപ്പെടാൻ പോകും. അപ്പം എൻ്റെ ആഗ്രഹം ഈ കർത്താവിൻ്റെ നിന്ദ ശരിയാവാണ്, എന്നെ പുറത്തിറക്കി വിടണം തന്നെ എൻ്റെ മനസ്സ് ചിന്തിക്കുന്നത്. കാരണം അങ്ങനെ നിന്ദ ചുമക്കാം, അതൊരു സ്വയനീതിയാണ്. കാരണം പണ്ട് സ്വയനീതിക്കാരനായിരുന്നുകൊണ്ട് ഇതെപ്പോഴും കുറച്ച് കാണും. അപ്പം ഞാൻ ചെന്ന് എൻ്റെ അപ്പനോട് പറഞ്ഞപ്പോൾ എൻ്റെ അപ്പൻ എന്നോട് ചോദിച്ചു, നീ അതിന് നന്നായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഏതാണ്ട് നന്നായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ശനിയാഴ്ച സ്നാനപ്പെടാൻ നോക്കിയപ്പോൾ അപ്പനും അമ്മയും എല്ലാം പുതിയ ഡ്രസ്സുമായിട്ട് ഇതേ സ്നാനം കൂടാൻ വന്നിരിക്കുന്നു. 7 മാസം കഴിഞ്ഞപ്പോൾ അവർ സ്നാനപ്പെട്ടു. അപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ വിചാരിക്കുകയാണ്, ഇനി കഷ്ടങ്ങളും നിന്ദയും പരിഹാസവും എല്ലാം കർത്താവിന് വേണ്ടി സഹിക്കണം. നേരെ പോയിരുന്ന ചർച്ചിലേക്ക് വന്നപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പ്രവാചകൻ, നിന്നെ നിന്ദിച്ചവരുടെ ഇടയിൽ മാനിക്കുന്ന ദൈവം. അപ്പോഴെൻ്റെ ഉള്ളിലേക്ക് ഈ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരുന്നുണ്ട്. കർത്താവേ, അപ്പോൾ ഇവിടെ മാനമാണ് ആൾക്കാർ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരെല്ലാം പറയണം, ഓ അവനങ്ങ് വലുതായി പോയി. ക്രിസ്തുവിൻ്റെ നിന്ന എന്ന് പറയുന്നത് ക്രിസ്തുവിനെയൊക്കെ നമ്മൾ പണ്ടേ വിട്ടതാ. ആ കേസ് വിട്ടു. 2001, 2002 ആയപ്പോഴേക്കും എൻ്റെ ഉള്ളിൽ ഈ പെയിൻ, ക്രൈസ്റ്റ് ഈസ് നോ വെയർ ടു ബി സീൻ എന്നുള്ള ആ പെയിൻ എൻ്റെ ഉള്ളിൽ വരാൻ തുടങ്ങിയത്. ഇത് എന്നെ സംബന്ധിച്ച് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ക്രൈസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. ടു നോ ദാറ്റ് ഐ ഹാവ് കം ടു എ റോങ് പ്ലേസ് വെർ ക്രൈസ്റ്റ് ഈസ് നോട്ട് പ്രീസ്ഡ്, വെർ ക്രൈസ്റ്റ് ഈസ് നോട്ട് ഗ്ലോറിഫൈഡ്. His shame is considered a shame, not as something honorable. ഇപ്പൊ ക്രിസ്തുവിനെ തള്ളിക്കളയുന്ന ഒരു സമൂഹം നമ്മുടെ ചുറ്റും ഉണ്ടായി വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു 90-കളിലാണ് ഈ പരിപാടി തുടങ്ങിയെന്ന്. കറക്റ്റ്. ഞാൻ ഈ ചേർന്ന 90-ന് ശേഷം 96-ലാണ് ഈ പീക്ക് ടൈം ഓഫ് പ്രോസ്പെരിറ്റി. They removed the glory of the Lord as the primary concern of a saint. ഇത്രയും ഞാൻ പറഞ്ഞ് നിങ്ങളെ പേടിപ്പിച്ച ശേഷം നമുക്ക് ഈ സാങ്ക്ടിഫിക്കേഷൻ്റെ ചാർട്ട് നമുക്ക് നോക്കാം. ഹൗ ആർ വി സാങ്ക്ടിഫൈഡ്? ഹൗ ഈസ് ദിസ് പ്രോഗ്രസ് പ്ലാൻഡ് ബൈ ഗോഡ്? ഇത് പത്രോസാണ് ശരിക്കും വിശദീകരിക്കുന്നത്. ആ 2 പത്രോസിൻ്റെ ലേഖനം, ഈ 2 പത്രോസിൻ്റെ ലേഖനത്തിൽ എങ്ങനെയാണ് ഈ സാങ്ക്ടിഫിക്കേഷൻ്റെ യാത്ര ദൈവം നമുക്ക് തരുന്നതെന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ദിസ് ഫസ്റ്റ് മേ ബി ദ ഹോൾ ഓഫ് Peter's epistle, 2 Peter. ഓക്കെ, അതിൽ ചില വാക്യങ്ങൾ ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുന്നു. അതിലെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ, ഇംഗ്ലീഷിൽ 1-ാമത്തെ വാക്യം, മലയാളത്തിൽ ഒന്ന് തന്നെയായിരിക്കും. സൈമൺ പീറ്റർ
എ സെർവൻറ്റ് ആൻഡ് അപ്പോസിൽ ഓഫ് ജീസസ് ക്രൈസ്റ്റ്. എഴുതുകയാണ് ആർക്കെന്നറിയോ? ടു ദോസ് ഹു ഹാവ് ഒബ്റ്റെയിൻഡ് എ ഫെയ്ത്ത് ഓഫ് ഈക്വൽ സ്റ്റാൻഡിങ് വിത്ത് അവേഴ്സ് ബൈ ദ റൈച്ചസ്നെസ് ഓഫ് അവർ ഗോഡ് ആൻഡ് സേവിയർ ജീസസ് ക്രൈസ്റ്റ്. യേശുക്രിസ്തുവിൻ്റെ ദാസനും അപ്പോസ്തലനുമായ ശീമോൻ പത്രോസ്, ശ്രദ്ധിക്കണേ ആ വാക്കുകൾ, ഓരോ വാക്കുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് എഴുതുന്നത്. ഇപ്പം രാവിലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ചർച്ച രാവിലെ വന്ന ആളുകൾ ഓർക്കുന്നുണ്ടോ? ഈ വിലയേറിയ വിശ്വാസം, ഹൗ ഈസ് ഇറ്റ് ഡിഫറെൻറ്റ് ഫ്രം കോമൺ ഫെയ്ത്ത്? ഈ വിലയേറിയ വിശ്വാസം എവിടെ നിന്നാണ് വരുന്നത്? ഇവിടെ പറയുന്നത് നമ്മുടെ ദൈവത്തിൻ്റെയും രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെയും നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ. അപ്പൊ എവിടെ നിന്നാണ് വിശ്വാസം വന്നത്? ഫ്രം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. റോമാലേഖനം 1:16 എങ്ങനെ പറയുന്നത്? സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. അടുത്ത വാക്യാണ്, അതിൽ ദൈവത്തിന്റെ നീതി. ശ്രദ്ധിക്കണേ, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അപ്പൊ വിശ്വാസം ഹേതുവായി വെളിപ്പെടുന്നു, അതുപോലെ വിശ്വാസം ഉണ്ടാകാൻ വേണ്ടിയും വെളിപ്പെടുന്നു. അത് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷനിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്, For in it the righteousness of God is revealed from faith from faith. Okay, righteousness is revealed from faith and for faith. For faith എന്ന് പറഞ്ഞാൽ എന്തോ? To generate that faith. വിശ്വാസത്തിനായിക്കൊണ്ടും. എന്ത് നല്ല ട്രാൻസ്ലേഷനാണ് മലയാളത്തിൽ. ഞാൻ ആലോചിക്കായിരുന്നു, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ബൈബിൾ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് ഈ മലയാളം ട്രാൻസ്ലേഷൻ എത്ര ബ്യൂട്ടിഫുൾ ആണ്. കാരണം ഈ NIV എഴുതിയവർക്കൊന്നും അത് പിടികിട്ടിട്ടില്ല. ആ വാക്ക് NIV-ക്കാർ, ന്യൂ ഇന്റർനാഷണൽ വേർഷൻ്റെ പ്രത്യേകത ഡൈനാമിക് ട്രാൻസ്ലേഷനാണ്. അതുകൊണ്ട് വലിയ കാര്യമില്ല വായിക്കും. കാരണം ഇത് നമ്മൾ വായിക്കുമ്പം NIV-ക്കാർ എഴുതിയിരുന്നത് ഫ്രം വൺ ഡിഗ്രി ഓഫ് ഫെയ്ത്ത് ടു അനദർ ഡിഗ്രി ഓഫ് ഫെയ്ത്ത് എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയാണ്, ഫ്രം ഫെയ്ത്ത് ഫ്രം ഫസ്റ്റ് ടു ദ ലാസ്റ്റ്, അങ്ങനെയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കും. കാരണം അവർക്ക് മനസ്സിലായില്ല ഇതെന്താ സാധനം എന്നുള്ള കാര്യം. പക്ഷെ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ഒരു ലിറ്ററൽ ട്രാൻസ്ലേഷനാണ്. അതായത് വേർഡ് ബൈ വേർഡ്. ആ വേർഡ് ബൈ വേർഡ് ആയതുകൊണ്ട് ആ ഗ്രീക്കിലുള്ള അതേ വേർഡ് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ബട്ട് ദ അതർ വൺ ഈസ് ഡൈനാമിക്. അവർ തന്നെ പറയുന്നുണ്ട്, അതിൻ്റെ ഇൻട്രൊഡക്ഷൻ എഴുതിയിട്ടുണ്ട്. സോ ഡൈനാമിക് പ്രിൻസിപ്പിൾസ് അനുസരിച്ചാണ്, ഡൈനാമിക് ഇക്വലൻസ് എന്നാണ് പറയുന്നത്, ഡൈനാമിക് ഇക്വലൻസ്. എന്നാൽ ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വേർഷൻ ഒരു ലിറ്ററൽ ബൈബിളാണ്, ലിറ്ററൽ ഇക്വലൻസ് എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെയാണ് കിങ് ജെയിംസും. പക്ഷെ പഴയ ട്രാൻസ്ലേഷനാണ്. അന്ന് കിങ് ജെയിംസ് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഉപയോഗിച്ചതിനേക്കാളും പഴയ മാനുസ്ക്രിപ്റ്റ്സ് ഇന്ന് നമുക്കുണ്ട്. അതുകൊണ്ട് ഓരോ ദിവസം ചെല്ലുന്തോറും ഓൾഡർ മാനുസ്ക്രിപ്റ്റ്സ് നമുക്ക് കിട്ടുന്തോറും ദ ബൈബിൾ വിൽ ബിക്കം ക്ലിയറർ ആൻഡ് ക്ലിയറർ. അപ്പോൾ ഈ കിങ് ജെയിംസ് ബൈബിൾ ഞാൻ വായിച്ചപ്പോൾ മനസ്സിലായത് മലയാളത്തിൽ എഴുതിയിരിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തിൻ്റെ നീതി വെളിപ്പെട്ടു. ദൈവത്തിൻ്റെ നീതി സുവിശേഷത്തിലൂടെ ഞാൻ കേട്ടപ്പോൾ എൻ്റെ ഉള്ളിൽ വന്നത് എന്താണെന്നറിയാമോ? ശരി, നാളെ തൊട്ട് ഇങ്ങനെ ജീവിച്ചേക്കാന്നല്ല, ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്കല്ല എന്നെ കൊണ്ടുപോയത്. എന്നെ കൊണ്ടുപോയത് ഫെയ്ത്തിലേക്കാണ്. കാരണം അത് എന്നെ കൊണ്ട് സാധ്യമായൊരു പരിപാടി അല്ലായിരുന്നു. മഹാത്മാഗാന്ധിയുടെ നീതി കേട്ടാൽ നമ്മൾ വിചാരിക്കും ഇന്ന് തൊട്ട് മഹാത്മാഗാന്ധിയെ പോലെ ജീവിച്ചേക്കാം. ഈ പറയുന്ന എൻ്റെ കഥ കേട്ടിട്ട് ആൾക്കാർ ജീവിക്കാൻ പോയി പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്. ഞാൻ പണ്ടൊക്കെ പിള്ളേരെ എടുത്ത് വളർത്തിയ കഥ പറയുമായിരുന്നു. അത് കേട്ടിട്ട് ഒരു ബ്രദറിനോട് പറഞ്ഞു, പാസ്റ്ററുടെ പിള്ളേരെടുത്ത് വളർത്തിയ കഥ കേട്ടപ്പോഴാണ് എനിക്കും കുഞ്ഞുങ്ങളെടുത്ത് വളർത്തണമെന്ന് ഒരു തീരുമാനം. ഇതാ പ്രശ്നം. അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എൻ്റെ സഹോദര ആ പണിക്ക് പോയേക്കരുത്. സ്വന്തം കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുമെന്ന് നമുക്ക് സഹിക്കാൻ പറ്റില്ല. അന്നേരമാണ് നമ്മൾ ചൊല്ലും ചെലവും കൊടുത്ത് വളർത്തി നമ്മൾ ഈ സ്വയനീതി എവിടെ നിന്ന് പാവം പിള്ളേരല്ലേ അവരെ വിളിച്ചുകൊണ്ടത് ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തി ഇനിയാക്കി എനിക്ക് തിരിഞ്ഞു നിൽക്കുന്നു. എല്ലാ പിള്ളേരും കുറെ കഴിയുമ്പോൾ തിരിഞ്ഞു നിൽക്കും. സ്വന്തം കുഞ്ഞുങ്ങൾ തിരിഞ്ഞു നിന്നാൽ സഹിക്കാൻ മേലാത്തവരാണ്. മറ്റൊരു വീട്ടിൽ നിന്ന് വന്ന കുഞ്ഞുങ്ങൾ നോട്ടിയായി കഴിഞ്ഞാൽ അവർ സഹിക്കാൻ ഭയങ്കര പ്രയാസമാണ്. ദൈവം ഞങ്ങൾക്കൊരു കൃപ തന്നുകൊണ്ടാണ് പാപം ചെയ്യാതെ രക്ഷപ്പെട്ടു പോയത്. നാളെ ഇതും കൊണ്ടുകൊണ്ട് ഇറങ്ങിയ ഞങ്ങൾ എന്തുമാത്രം സ്ട്രഗിലൂടെ പോയിട്ടുണ്ട്. ഞാൻ ഈ പിള്ളേർ രാത്രി ചാടിപ്പോകാതിരിക്കാൻ വേണ്ടി ഞാൻ ഡോറിൽ കിടന്നിട്ടുണ്ട്. രാത്രി 1 മണിയാകുമ്പോൾ പെൺപിള്ളേരെ കാണത്തില്ല.
ദേഷ്യം വരാതിരിക്കാൻ കരഞ്ഞ് നിലവിളിച്ച ഒരു വിധത്തിൽ തടിയൂരി പോകുന്നത്. ഇത് അതാ ഞാൻ പറഞ്ഞ, അനുകരിക്കാൻ ഒരാൾക്ക് അവരവർക്ക് കിട്ടിയ കൃപയ്ക്ക് അതനുസരിച്ച് അല്ലാതെ ജീവിക്കാനോ ചെയ്യാനോ പറ്റാത്ത ഒരു നീതി. നാളെ മുതൽ യേശുക്രിസ്തു ചെയ്യുന്ന പോലെ ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിയാൽ ഒന്നാമത്തെ ദിവസം തന്നെ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 8 നിലയിൽ പൊട്ടുന്ന നീതി. സംതിങ് ദാറ്റ് അവർ ഫ്ലഷ് ക്യാൻ നെവർ അച്ചീവ്. അങ്ങനെ ഒരു നീതി വെളിപ്പെട്ടപ്പോഴാണ് എൻ്റെ ഉള്ളിലേക്ക് വരുന്ന, ദൈവമേ നീ ഇത്രയും വലിയ നീതി കാണിച്ചു തരുവാണെങ്കിൽ ഇതിലൂടെ രക്ഷപ്പെടാൻ എന്നെ നീ സഹായിക്കും. അതാണ് ഫെയ്ത്ത്. ഈ നീതി ഞാൻ അനുഭവിക്കുവാൻ നീ എന്നെ സഹായിക്കും. ഗോഡ് വിൽ മേക്ക് മീ വാക്ക് ത്രൂ ദാറ്റ് റൈച്ചസ്നെസ് എന്ന് എൻ്റെ ഉള്ളിലേക്ക് വരുവാ ഫെയ്ത്ത്. അതാ നീതി ഉണ്ടാക്കുന്ന ഫെയ്ത്താണ്. എന്തിനാ ഉണ്ടാക്കുന്നത്? ദിസ് ലൈക്ക് എ ബ്രിഡ്ജ്. ഐ ഇമാജിൻ ദാറ്റ് ഫെയ്ത്ത് ടു ബി ലൈക്ക് എ ബ്രിഡ്ജ്. ദൈവം നമ്മളിലേക്ക് ഒരു ബ്രിഡ്ജ് പണിയുന്നു, ഫെയ്ത്ത് എന്ന ബ്രിഡ്ജ്. ആ റൈച്ചസ്നെസ്സിൽ നിന്ന് ഒരു ബ്രിഡ്ജ് നമ്മളിലേക്ക് വരുന്നു. ആ ബ്രിഡ്ജിലൂടെ നമ്മൾ ആ റൈച്ചസ്നെസ്സിലേക്ക് നടക്കുന്നു. ഫ്രം ഫെയ്ത്ത് ആൻഡ് ഫോർ ഫെയ്ത്ത്. ഫ്രം ആൻഡ് ഫോർ. വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും. ഇപ്പൊ 2 പത്രോസിലേക്ക് വരുമ്പം അവിടെ പറയാണ്, അതേ കാര്യം റിപ്പീറ്റ് ചെയ്തിട്ട് പറയാണ്, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസം ലഭിച്ചവർ. എങ്ങനെ ലഭിച്ചവർ? ഈ ദൈവത്തിന്റെ നീതിയാൽ. ബൈ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ്. വെൻ ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് വാസ് റിവീൽഡ്, ഗോഡ് ഗേവ് us a faith. അതുകൊണ്ടാണ് സുവിശേഷത്തിന്റെ കേൾവിയാൽ നമുക്ക് വിശ്വാസം ഉണ്ടാകുന്നത്. കാരണം ഈ സുവിശേഷം എന്ന് പറയുന്ന ദൈവത്തിന്റെ നീതിയെ വെളിപ്പെടുത്തുന്ന കാര്യമെന്നാണ് നമ്മൾ റോമാലേഖനത്തിൽ വായിച്ചത്. എന്തായിരുന്നു ഇതിന്റെ ശക്തി? എനിക്ക് സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇപ്പൊ രക്ഷയ്ക്കായുള്ള ദൈവശക്തി എന്തോ? അടുത്ത വാക്യം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. അപ്പം ഈ സകലരെയും രക്ഷിക്കാനുള്ള ദൈവനീതിയുടെ പവർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിശ്വാസത്താൽ വെളിപ്പെടുത്തി എന്നുള്ളതാണ്. The power lies in that faith that the Lord gives us to make us righteous. ഞാനത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ സാധാരണ ഇതൊരു പല വരകൾ വരച്ച് പണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഒന്നുകൂടെ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിന് താഴെ ഒരു വരയുണ്ട്. ഓക്കെ, നിങ്ങൾ കണ്ടോ? കാണാത്ത കാര്യം നമ്മൾ രാവിലെ പറഞ്ഞില്ലേ, ചില കാര്യങ്ങളൊക്കെ കാണാത്ത കാര്യമായിരിക്കും. ഇവിടെ ഒരു വരയുണ്ട്. ഈ വരയാണ് നമ്മുടെ നാട്ടിലെ നീതി എന്ന് പറയും. നാടിൻ്റെ നീതി. അവിടെ ഡ്രൈവിംഗ് റൂൾസ് ഉണ്ട്, ടാക്സ് എന്താ കൃത്യമായിട്ട് പേ ചെയ്യണം, നിയമങ്ങൾ പാലിക്കണം. അങ്ങനെ പാലിച്ചാൽ നമ്മൾ ഈ താഴ്ത്ത വരയിലെത്തി എന്ന് വേണം നമുക്ക് പറയാം. ഓക്കെ, അതാണ് നീതി. അതിന് മുകളിൽ വേറൊരു വരയുണ്ട്, അതാണ് സഭയുടെ നീതി. ഏറ്റവും താഴത്തെ നീതിയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇത്തിരി കള്ളു കുടിച്ചാൽ പ്രശ്നമില്ല. പോലീസ് പിടിക്കുമോ കള്ളു കുടിച്ചാൽ? ഇല്ല. ആത്മാവിന് ഇത്തിരി പുക കൊടുത്താലും പ്രശ്നമില്ല, കാരണം പോലീസ് പിടിക്കത്തില്ല. വീട്ടുകാരെല്ലാവരുടെ പോയിരുന്ന് സിനിമാക്കോട്ടെ പോയിരുന്നൊരു സിനിമ കണ്ടാലും ഒരു പ്രോബ്ലം ഇല്ല, കാരണം ഗവൺമെൻറ് അതൊക്കെ സാങ്ഷൻ ചെയ്തിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ മുകളിലൊരു വരയുണ്ട്, ഇതാണ് സഭയുടെ വര. സഭയുടെ വരയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നിയമങ്ങളെല്ലാം അനുസരിക്കണം, പ്ലസ് ആഡ് ചെയ്യാം. അല്ലേ, എന്തൊക്കെ ആഡ് ചെയ്യുന്നത്? കള്ളു കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല, തിയേറ്ററിൽ പോയിരുന്ന് സിനിമ കാണാൻ പാടില്ല, പിന്നെ ദശാംശം കൃത്യമായിട്ട് കൊടുക്കണം, കാശ് ഇടേണ്ടടുത്തെല്ലാം ഇടണം, ഷെയ്ക്കാൻ എടുക്കുമ്പോൾ നല്ലപോലെ കൊടുക്കണം, പിന്നെ വഴക്കുണ്ടാക്കരുത്, മര്യാദക്കാരനായിരിക്കണം. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ സഭകൾക്കും വര വേറെ വേറെയാണ്. ചില സഭകൾക്കാണ് ആഭരണം ഇട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകില്ല, മറ്റാൾക്കാരെല്ലാം പോകും. അതൊരു ഭയങ്കര കോമഡി ആട്ടോ. അതും കൂടെ പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ പറയേണ്ട ഒരു കാര്യമാണ്. ഒരു ദിവസം ഞങ്ങളുടെ അടുത്ത് എനിക്കൊരു ബ്രദറൻ ചർച്ചുമായിട്ട് വളരെ ക്ലോസ് അസോസിയേഷൻ ഉണ്ട്. ഇത് ബ്രദറുകാരെ കുറിച്ചാണ്. ബ്രദറുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം അങ്ങ് ക്ഷമിച്ചേക്കുക. അപ്പോൾ എൻ്റെ കൂടെ 10ാം ക്ലാസ്സിൽ പഠിച്ച ബ്രദറുകാരനാണ്, ഇവാഞ്ചലിസ്റ്റാണ്. അദ്ദേഹത്തിനോട് ഭയങ്കര ക്ലോസാണ്. ഇന്നലെ ഞങ്ങൾ രാത്രി സംസാരിച്ചു. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചർച്ചിൽ പോയി പഠിപ്പിക്കാറുണ്ട്. അപ്പോൾ ഒരു ദിവസം പുള്ളിയോട് പറഞ്ഞു, ഒരു 3-4 പേര് സ്നാനപ്പെടാൻ റെഡി ആയിട്ടുണ്ട്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ഞാൻ എന്താ സ്നാനപ്പെടുത്തണം? അതല്ല, അവർ ആഭരണം ഇടുന്നവരാ. ഞാൻ വെച്ചാൽ അതൊന്ന് എന്താ ചെയ്യേണ്ടത്, നിങ്ങളുടെ ലീഡേഴ്സിനോട് ചോദിക്കും. പറഞ്ഞാൽ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ആഭരണം ഊരാൻ പറയാൻ പറ്റില്ല, കാരണം ഈ മൂന്നാറിനടുത്ത ഈ സ്ഥലം, അവിടെ ഈ തമിഴ് ആൾക്കാർ കൊളുന്തു നുള്ളാൻ വന്ന് താമസിക്കുന്ന തമിഴരാ. അപ്പോൾ അവരുടെ ഭർത്താക്കന്മാർ ആഭരണം ഊരി കഴിഞ്ഞ് ഇവർ ഡൈവോഴ്സ് ചെയ്യും. കാരണം ഇതിനകത്ത് താലിമാലയല്ല അവരുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. ഇത് പൊട്ടിച്ചുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ അവർ വീട്ടിൽ കയറത്തില്ല. ഇവരെല്ലാം കൂടെ ചർച്ച കൊണ്ട് താമസിക്കാൻ പറ്റും, അതുമില്ല. അപ്പോൾ ഇവരെങ്ങനെ സ്നാനപ്പെടുത്തും? അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യം ഇല്ലെങ്കിൽ വിട്ടേക്ക്, ഞാൻ സ്നാനപ്പെടുത്തിക്കോളാം.
പറഞ്ഞു അത് വേണ്ട, കാരണം പിന്നെ സഭയായിട്ടെല്ലാം പ്രശ്നമുണ്ട്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നും കൂടെ പോയി നിങ്ങളുടെ മറ്റ് സഹോദരങ്ങളൊക്കെ ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം പോയി ചോദിച്ചു പറഞ്ഞു അയ്യോ ഇത് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റത്തില്ല, നമ്മുടെ വേർപാട് തട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ട്. അവസാനം ഈ പുള്ളി പറഞ്ഞു മലയാളികളല്ല ഒരു തമിഴ്. ആണോ, എന്നാൽ കുഴപ്പമില്ല. കർത്താവിനൊരു നിർബന്ധമുണ്ട്, മലയാളി ആഭരണം ധരിക്കരുത്. അതെന്തുകൊണ്ടാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇത്തിരി വെള്ളം കുടിക്കട്ടെ. അങ്ങനെ നമ്മൾ വരകൾ വരച്ച് ആ സഭയെക്കാളും ഭേദം ഞങ്ങൾ ആശുപത്രി പോകാത്ത സഭ, ഞങ്ങൾ വെള്ളവസ്ത്രം മാത്രം ഇടുന്ന സഭ, ഇങ്ങനെ പല പല വരകൾ വരച്ച് നീതിമാന്മാരാകും. ഇതെല്ലാം പ്രവൃത്തിയാണ്. ഇതൊന്നും ചെയ്യാൻ നമുക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. വെള്ളവസ്ത്രം ഇടാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. 2, അപ്പം നിങ്ങൾ ചോദിക്കാതിരിക്കും നിങ്ങൾ എന്താ ഇടാത്തതെന്ന്. ഞാൻ പറയും ഇതിടാനും വലിയ ബുദ്ധിമുട്ടില്ല, അതുകൊണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ ഒരു വരയുണ്ട്. ഈ മൂന്നാമത്തെ വര എന്ന് പറഞ്ഞാൽ അത് എൻ്റെ വരയാണ്. എൻ്റെ വര എന്ന് പറഞ്ഞാൽ ഇവിടെ ഉള്ളതിൽ ഏറ്റവും നീതിമാൻ ആരാ? ഞാനാ. അത് ഞാൻ പരസ്യമായിട്ട് പറയൂലെന്നേ ഉള്ളൂ, നിങ്ങൾക്ക് അറിയാൻ മേലാഞ്ഞിട്ടാ. ഇവിടെ ഉള്ളതിൽ ഏറ്റവും പെട്ടെന്ന് മാനസാന്തരപ്പെടുന്ന പാവമായ ഒരാൾ ഞാനാണ്. നിങ്ങൾ പാവമല്ലേ? അതാണ് എൻ്റെ വര. അപ്പോൾ മറ്റുള്ളവരൊന്നും എന്നെ പോലെ അല്ലാത്തതിൽ എനിക്ക് ദുഃഖമുണ്ട്. നിങ്ങൾ ആലോചിക്കുക, ശരിയല്ലേ? നിങ്ങളെപ്പോലെ എല്ലാവരും ഡീസൻ്റ് ആയിരുന്നെങ്കിൽ എപ്പോഴേ ഈ സഭ ഉണർന്നു പോയേന്. പക്ഷെ ചില അച്ചായന്മാർ മാനസാന്തരപ്പെടാതെ ഇങ്ങനെ കിടക്കുന്നുണ്ടല്ലേ, അല്ലേ? ഇനി അതിന് മുകളിലൊരു വരയുണ്ട്, അതാണ് പാസ്റ്ററുടെ വര. ഇത് രസകരമായ വരയാണ്. എൻ്റെ വീട്ടിൽ പാസ്റ്റർ വരുമ്പം ഞാൻ ടി വിയിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആഹാ ഇതൊക്കെ കാണുന്നതല്ലേ എന്ന് പാസ്റ്റർ ചോദിക്കും. പെട്ടെന്ന് ഹാർവസ്റ്റ് ടി വിയിലോട്ട് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ അപ്പൊ വിശ്വാസികൾ പറയും അത് ഈ പിള്ളേർ കളിച്ചോണ്ടിരുന്നോണ്ട് വെച്ചതാ, ഞങ്ങൾ ഇങ്ങ് വന്നിരുന്നു, അങ്ങനെ കാണാറൊന്നുമില്ല പാസ്റ്റർ. പാസ്റ്റർ മൈൻഡ് ചെയ്യില്ല. അങ്ങനെയൊക്കെ മൈൻഡ് ചെയ്യാൻ പോയ സഭയിൽ ആരും കാണുന്നില്ല. പോട്ടേന്ന് വെക്കും. പക്ഷെ നിങ്ങൾ പാസ്റ്ററുടെ വീട്ടിൽ പോകുമ്പോൾ പാസ്റ്റർ സിനിമ കണ്ടോണ്ടിരിക്കുകയാണെങ്കിലോ, അതാണ് 4ാമത്തെ വര. നിങ്ങൾ ചെയ്യുന്നത് പലതും ചെയ്യാൻ പാസ്റ്റർക്ക് റൈറ്റ് ഇല്ല. സോ ഹി ഹാസ് അനദർ ലെവൽ ഓഫ് റൈറ്റ്സസ്നെസ്. ശരിയല്ലേ? സമ്മതിച്ചോ? ഞാൻ ഒരു ചർച്ചിൽ അവിടെ ചെന്ന് പ്രസംഗം കഴിഞ്ഞപ്പം അവിടുത്തെ സെക്രട്ടറി എന്നോട് പറഞ്ഞു ഞങ്ങളുടെ പാസ്റ്റർ ഒട്ടും ആത്മീകനല്ല. അപ്പം ഞാൻ വിചാരിച്ചു കർത്താവ് ഇവിടെയും കുറ്റം പറച്ചിലാണല്ലോ, എന്ത് ചെയ്യും? പുള്ളി വന്നിട്ട് ഞാൻ ചോദിച്ചു എന്താ പ്രശ്നം? പുള്ളി പറഞ്ഞു പാസ്റ്റർ ഞങ്ങൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസം വൈകിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോഴേ ടി വി കണ്ടുകൊണ്ടിരിക്കുക പുള്ളി. ഞാൻ ഓർത്ത് പുള്ളി സിനിമ എല്ലാം കാണുമായിരുന്നായിരിക്കും. ഞാൻ എന്താ കണ്ടോണ്ടിരുന്നത്? ന്യൂസ് കണ്ടോണ്ടിരിക്കുമെന്ന്. അപ്പം ഞാൻ ന്യൂസ് കണ്ടാൽ എന്താ കുഴപ്പം? ഒന്ന് ആലോചിച്ച് നോക്കണം. പുള്ളി പറയാം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉള്ള സമയത്ത് ന്യൂസ് കണ്ടുകൊണ്ടിരുന്ന ഞങ്ങളുടെ പിള്ളേരൊക്കെ എങ്ങനെ ഗതി പിടിക്കും? ഞാൻ പറയും നിങ്ങളുടെ പിള്ളേർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വെച്ചേക്കുന്ന ആളല്ല പാസ്റ്റർ. പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പിള്ളേർ ഗതി പിടിക്കാൻ പോകുന്നൊന്നുമില്ല. നമ്മുടെ എല്ലാം പ്രാർത്ഥന ഒരുപോലെ ഉള്ളൂ. ദൈവം ശ്രദ്ധിക്കുന്ന ഒരൊറ്റ മധ്യസ്ഥനെ നമുക്കുള്ളൂ, ഒരൊറ്റ അഭിഷിക്തനെ നമുക്കുള്ളൂ. നമുക്കെല്ലാം അഭിഷേകമുണ്ട്, പക്ഷെ അഭിഷിക്തൻ ക്രിസ്തുവാണ്. ഈ ക്രിസ്തുവിന്റെ തലയിൽ അവയവങ്ങളായതുകൊണ്ടാണ് നമുക്ക് അഭിഷേകം ഉള്ളത്. ആ ക്രിസ്തുവിന്റെ തലയിൽ അഭിഷേകം വീണേക്കുന്നേ. അവൻ അഭിഷിക്തൻ, ദ അനോയിന്റഡ് വൺ. പുതിയ നിയമത്തിൽ ഒറ്റ അനോയിന്റഡ് വണ്ണേ ഉള്ളൂ. അപ്പോൾ ഈ വിശ്വാസങ്ങൾ, അതായത് ഇടനിലയ്ക്ക് നിൽക്കുന്ന പ്രാർത്ഥിക്കുന്ന ആൾക്കാർ എന്നുള്ള വിശ്വാസം, അവർക്ക് കുറച്ച് എക്സ്ട്രാ നീതി വേണമെന്നുള്ള, എന്നാലേ ദൈവം ഞങ്ങളിൽ നിന്നും പ്രാർത്ഥന കേൾക്കാത്തതിൻ്റെ കാരണം വെച്ചാൽ നമ്മൾ അത്ര നീതി ഇല്ലാത്തവരാ. അപ്പോൾ ഇവരൊക്കെ എപ്പോഴും സിനിമയൊന്നും കാണാതെ ടി വി ഒന്നും കാണാതെ ഇരിക്കുന്നവരായതുകൊണ്ട് അവർ പ്രാർത്ഥിച്ചാൽ ദൈവം പെട്ടെന്ന് കേൾക്കുമെന്നൊരു വിശ്വാസം ഈ പാവപ്പെട്ട വിശ്വാസിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. ശരിയല്ലേ? കത്തോലിക്ക സഭയായാലും ഹിന്ദുക്കളായാലും ഇസ്ലാമിലുള്ളവരായാലും പെന്തിക്കോസുകാരായാലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധരായ കുറെ മധ്യസ്ഥന്മാരെയാണ്. അപ്പം 4ാമത്തെ വര മനസ്സിലായോ? 4ാമത്തെ വര. ഇനി 5ാമത്തെ വര. 5ാമത്തെ വര എന്ന് പറയുന്നത് 2 പേരാണ് ആ വരയുടെ മുകളിൽ കയറിയതായിട്ട് ഞാൻ കണ്ടിട്ടുള്ളത്. ഒന്ന് പൗലോസും മറ്റൊന്ന് ചുങ്കക്കാരൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ പോയ പരീശനുമാണ്. പൗലോസ് പറഞ്ഞു ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് ഞാൻ ബ്ലെയിംലെസ് ആണ്. അപ്പൊ എവിടെയാണ് ആ ന്യായപ്രമാണത്തിന്റെ നീതി പെർഫെക്റ്റ് ചെയ്ത ആളാണ്? നിങ്ങളൊന്ന് ആലോചിക്കുക, ന്യായപ്രമാണത്തിന്റെ നീതി ഒരാള് നീതി സംബന്ധിച്ച് ഒരു കുറ്റവും പറയാൻ പറ്റാത്ത ആളെന്നാണ് പൗലോസ് പറയുന്നത്. ദാറ്റ് മീൻസ് ഹി ഒബെയ്ഡ് എവറി കമാൻഡ്മെന്റ് ഓഫ് ദ ലോ. അപ്പൊ എത്രാമത്തെ പടി അത്? 5ാമത്തെ പടി. അവിടെ നിൽക്കുന്നു എന്ന് വിചാരിച്ച വേറൊരു മനുഷ്യനാണ് ചുങ്കക്കാരനോട് പ്രാർത്ഥിക്കാൻ പോയ ആള്. പുള്ളി എന്താ പ്രാർത്ഥിച്ചത്? ഈ നിൽക്കുന്ന ആൾക്കാരെ പോലെ ഒന്നും ഞാൻ അല്ലാത്തതിനാൽ. നമ്മുടെ മനസ്സിലും തോന്നിയിട്ടില്ലേ അങ്ങനെ പലപ്പോഴും പ്രാർത്ഥിക്കുമ്പം അവന്മാരെ പോലെ ഒന്നും ഞാൻ അല്ലാത്തതിനാൽ സ്തോത്രം പറഞ്ഞിട്ടില്ലേ?
ഉറക്കെ പറഞ്ഞിട്ടുണ്ടാവില്ല, മനസ്സിൽ പറഞ്ഞിട്ടുണ്ടാവും. കാരണം നമ്മുടെ എല്ലാ ഉള്ളിൽ ഒരു പരീശൻ മറഞ്ഞിരിക്കുന്നുണ്ട്. ഈ 5th ലൈൻ കഴിഞ്ഞാൽ അതുവരെയാണ് നമ്മുടെ ജഡത്തിനെത്താൻ പറ്റുന്നത്. ദാറ്റ്സ് ദ മാക്സിമം വേർ അവർ ഫ്ലഷ് ക്യാൻ റീച്ച് ദ ഓപ്റ്റിമൽ ലിമിറ്റ്, മാക്സിമം ലിമിറ്റ്. അതിനപ്പുറത്തേക്ക് നമ്മുടെ ജഡത്തിന് കയറാൻ പറ്റത്തില്ല. അതാണ് ന്യായപ്രമാണത്തിന്റെ നീതി എന്ന് പറയുന്നത്. ഈ ന്യായപ്രമാണത്തിന്റെ നീതിയെ നമ്മൾ സമ്മറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ പറയാം: നീ നിന്റെ പൂർണ്ണ ശക്തിയോടും, അല്ലേ, എങ്ങനെയാ, പൂർണ്ണ ഹൃദയത്തോടും, പൂർണ്ണ മനസ്സോടും, പൂർണ്ണ ശക്തിയോടും, പൂർണ്ണ ആത്മാവോടും കൂടെ ദൈവത്തെ സ്നേഹിക്കുക. ഫുൾ എഫേർട്ട് മുഴുവൻ എടുത്ത് ദൈവത്തെ സ്നേഹിക്കുക. നിന്നെ നീ എത്രമാത്രം സ്നേഹിക്കുന്നോ അത്രയും നീ അയൽക്കാരനെ സ്നേഹിച്ചാൽ നീ പഴയ നിയമത്തിന്റെ നീതിയിലെത്തി എന്നാണ് ന്യായപ്രമാണത്തിന്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം. പക്ഷെ പുതിയ നിയമം വരുമ്പോൾ എന്താ സംഭവിക്കുന്നറിയാം? ഈ 6ാമത്തെ ലെവല്, ഇവിടെ ഒരു ലെവല്, അങ്ങോട്ട് ഒരിക്കലും നമുക്ക് ജഡത്തിൽ കയറാൻ പറ്റത്തില്ല. കാരണം അവിടുത്തെ നീതി ക്രിസ്തുവിൻ്റെ നീതിയാണ്. കർത്താവ് പറയാണ്, നിന്റെ ശക്തി പോരാ ഇനി സ്നേഹിക്കാൻ. നിനക്ക് എന്തുമാത്രം സ്നേഹിക്കാമോ അത് പോരാ. ഞാൻ നിന്നെ സ്നേഹിച്ച സ്നേഹത്തിന്റെ മെഷർ വേണം ഇനി നോക്കാൻ. അപ്പൊ ഇനി മേലിൽ നമ്മുടെ നീതിയെ മെഷർ ചെയ്യുന്നത് എനിക്കെന്ത് കപ്പാസിറ്റി ഉണ്ടെന്നല്ല, ക്രിസ്തു ഏത് നീതി കൊണ്ട് ജീവിച്ചു എന്നുള്ളതാണ്. ഡു യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഷിഫ്റ്റ്? അവിടെയാണ്, ആ നീതിയാണ് വിശ്വാസത്താലുള്ള നീതി. അപ്പൊ അതെങ്ങനെയാണ് എല്ലാവരെയും രക്ഷിക്കുന്നത്? എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഏറ്റവും താഴത്തെ വരയിൽ കിടക്കുന്നവനും 2ാമത്തെയോ 3ാമത്തെയോ 4ാമത്തെ വരയിൽ കിടക്കുന്ന എവിടെ കിടന്നവനായാലും, എത്ര നീതിയുടെ ഡിഫറൻസസ് അവർ തമ്മിലുണ്ടെങ്കിലും, വിശ്വാസം എല്ലാവരെയും ഒരുപോലെ നീതീകരിക്കുന്ന രീതിയിലാണ് ദൈവം വെളിപ്പെടുത്തിയത്. അതിന് അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ താഴെ കിടക്കുന്നവനും മുകളിലത്തെ വരയിലുള്ളവനും തമ്മിൽ ദൈവവുമായിട്ടുള്ള അകലം തുല്യമാണെന്നുള്ളതാണ്. വേറെ ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, നിങ്ങൾക്ക് വേണേൽ ബീച്ചിൽ പോയി ഇരിക്കാം, അന്തർവാഹിനി പോയി ഇരിക്കാം, മലയുടെ മുകളിൽ കയറി നിൽക്കാം. അപ്പം നോക്കുമ്പോൾ ഹൈറ്റിൽ നല്ല ഡിഫറൻസ് ഉണ്ട്, അല്ലേ? നല്ല ഡിഫറൻസ് ഉണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ഒരു സാധനം ദുബായിലുണ്ടല്ലോ, ബുർജ് ഖാലിഫ. അതിൻ്റെ താഴെ പോയി നോക്കി നിന്നിട്ട് വന്ന, പക്ഷെ മറന്നുപോയി. ഈ ബുർജ് ഖാലിഫയുടെ മുകളിൽ കയറി നിൽക്കാം. പക്ഷേ ഈ സൂര്യനുമായിട്ടുള്ള ദൂരം തട്ടിച്ച് നോക്കിയാൽ ഇതെല്ലാം ഏകദേശം ഒന്ന് തന്നെയാണ്, അല്ലേ? അതൊന്ന് കണക്ക് കൂട്ടാൻ പോലും പറ്റത്തില്ല. അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് പിടച്ചു കയറിയാലും ഈ ദൈവത്തിന്റെ നീതിയുമായി യാതൊരു കണക്ഷനും ഇല്ല. ആ നീതി എന്നോട് കർത്താവ് പറയാണ്, നീ ഇങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ എനിക്കറിയാം, എനിക്ക് അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അപ്പൊ എൻ്റെ ഉള്ളതൊരു ഫെയ്ത്തായിട്ട് വരികയാണ്, കർത്താവെ നീ എന്നെ സഹായിക്കും, എനിക്ക് എത്താത്ത പാറയെങ്കിലേക്ക് നീ എന്നെ നടത്തും, എന്നേക്കാൾ ഉയരമുള്ള എൻ്റെ ജഡത്തിന്റെ കപ്പാസിറ്റിക്ക് അപ്പുറത്തേക്കുള്ള ആ പാറയിലേക്ക് നീ എന്നെ നടത്തും. ഇനി ഈ ഇതിലേക്ക് ഒറ്റയടിക്ക് ചാടിപ്പോയ ഒരാളുണ്ടായിരുന്നറിയോ? ക്രൂശിലെ കള്ളൻ. വലതുഭാഗത്തായിരുന്നു ഇടതുഭാഗത്തായിരുന്നു അതറിയത്തില്ല. യാക്കോബക്കാർ പറയുന്ന വലതുഭാഗത്താണ്. എവിടെ കിടന്നാലും നമുക്ക് കുഴപ്പമില്ല. പക്ഷെ അതിന് ഞാൻ രസകരമായൊരു കാര്യം മനസ്സിലാക്കിയത്, ഈ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത് ഈ 2 പേരും യേശുവിനെ ദുഷിക്കുന്നതായിട്ടാണ്. അവനോട് കൂടെ ക്രൂശിച്ച ദുഷ്പ്രവൃത്തിക്കാരും അവനെ ദുഷിച്ചു എന്നാണ്. എന്നാൽ ലൂക്കോസിന്റെ സുവിശേഷം വായിക്കും, അവിടെ പറഞ്ഞിരിക്കുന്നതാണ് അതിലൊരുത്തൻ മാത്രം ദുഷിച്ചുള്ളൂ എന്നല്ല, അതിലൊരുത്തൻ മാനസാന്തരപ്പെട്ടു. അപ്പൊ ഒരു കാര്യം ഉറപ്പാണ്, മത്തായി നോക്കിയപ്പോൾ 2 പേരും ദുഷിക്കുകയായിരുന്നു. എന്നാൽ ലൂക്കോസ് പോയി ഇന്റർവ്യൂ ചെയ്ത ദൃക്സാക്ഷി നോക്കിയപ്പോൾ അതിലൊരുത്തൻ മാനസാന്തരപ്പെട്ടായിരുന്നു. അതിൽ നിന്ന് മനസ്സിലാക്കാം, ദൂഷകനിൽ നിന്ന് ശിഷ്യനായി മാറുവാൻ ആ കള്ളന് കിട്ടിയത് വളരെ കുറഞ്ഞൊരു സമയമാണ്. ഓൺ ദ ക്രോസ് ഇറ്റ് ഹാപ്പൻഡ്, അല്ലേ? അങ്ങനെയല്ലേ അത്? ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ആ കള്ളന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞേനെ, മാനസാന്തരം ഉണ്ടായ ശേഷം ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവെ ഞാൻ നിന്നെ ദുഷിച്ചു പറഞ്ഞു ആദ്യം, ഐ എം റിയലി സോറി അബൌട്ട് ദാറ്റ്. പക്ഷെ ഇപ്പോഴാ മനസ്സിലായത് നീ ആരാണ്, എത്ര ശക്തനാണ്, വിടുവിക്കുന്ന ദൈവമാണ്. എൻ്റെ വിഷയത്തിന്മേൽ ഇപ്പം നീ ഇറങ്ങി വരണം. എവിടെ ഞാൻ എവിടെയാ? എന്നിട്ട് എന്ത് ചെയ്യണം? കർത്താവെ എന്നെ ഒരിക്കൽ കൂടെ ഈ ഭൂമിയിലേക്ക് വിടും, എൻ്റെ ഭാര്യയും പിള്ളേരെയും കണ്ട് കുടുംബമായിട്ട് ഞാൻ മര്യാദയ്ക്ക് ജീവിച്ചോളാം. ഞാൻ നിന്റെ ട്രാക്റ്റുമായി ഗലീലയുടെ ജെറുസലേമിൻ്റെ വൈബ്രേഷൻ തെരുവിലൂടെ ഞാൻ നിന്റെ ദാസനായി നടന്നോളാം. ഞാനാണെ പറഞ്ഞത്. എങ്ങനെയെങ്കിലും അവിടെ നൂരിപ്പോ നമ്മളെ കർത്താവിൻ്റെ ക്രൂശ് എവിടെ കണ്ടാലും നമുക്ക് എന്താ വേണ്ടത്?
നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാനൊരു വഴിയാണ് വേണ്ടത്, ശരിയല്ലേ? പക്ഷെ ഞാൻ അമ്പരന്ന് പോയത് ആ ഒരു നിമിഷം പോലും, അതായത് 1 മണിക്കൂർ പോലും ആയോ അയാൾ വിശ്വാസിയായിട്ടെന്ന് അറിയാൻ മേല. ആ ന്യൂ ബിലീവർ, പുതിയ വിശ്വാസി, ഈ പുതിയ വിശ്വാസി കർത്താവിനോട് പറയാണ്, ഞാൻ നിന്റെ കൂടെ മരിക്കാനാണ് കുറച്ചുകൂടെ കണക്ക് കൂട്ടിയിട്ട് ലാഭം, ഞാൻ മരണയോഗ്യനാണ്, ഒറ്റ കാര്യം മതി, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ ഓർക്കണം. ഞാൻ അപ്പോൾ ആലോചിച്ചൊരു കാര്യം, 3.5 വർഷം കൂടെ നടന്നവന്മാർക്ക് മനസ്സിലായിട്ടില്ല ഇപ്പോഴും കർത്താവ് രാജത്വം പ്രാപിച്ചു വരുമെന്ന്. ഈ സൈഡിൽ കിടന്ന കള്ളന് ആ 1 മണിക്കൂർ കൊണ്ട് മനസ്സിലായി ഈ കർത്താവ് രാജത്വം പ്രാപിച്ചു വരുമെന്ന്. എങ്ങനെ പിടികിട്ടിയെന്നറിയോ? അവൻ്റെ ഉള്ളിൽ ഒരു ഫെയ്ത്ത് ഉണ്ടായി. കാരണം അവൻ നീതിയുടെ പ്രസംഗം കേൾക്കുമായിരുന്നല്ല, നീതി കാണുമായിരുന്നു. ഈ ദൈവത്തിൻ്റെ നീതി ഒരാളിൽ വെളിപ്പെട്ടിരിക്കുന്നത്, അവനെ ഉപദ്രവിക്കുന്നവരോട്, കുത്തുന്നവരോട്, നിന്ദിക്കുന്നവരോട് സ്നേഹത്തോടെ നോക്കുന്നത്, മരണം വരെ സന്തോഷത്തോടെ സഫർ ചെയ്യുന്നത് ഇപ്പുറത്തിരുന്ന് നോക്കിക്കൊണ്ട് അവൻ പറയാണ്, ഇങ്ങനൊരു നീതിക്ക് പ്രതിഫലം ഉണ്ടാകുമെങ്കിൽ അത് ഈ ലോകത്ത് കൊടുക്കാൻ പറ്റില്ല. കാരണം ഈ നീതി മരണം വരെയാണ്. അപ്പോൾ അതിൻ്റെ പ്രതിഫലം എവിടെയുള്ളൂ? പുനരുത്ഥാനത്തിൽ മാത്രമേ അതിന് പ്രതിഫലം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ഈ നീതിമാൻ പ്രതിഫലമില്ലാതെ പോവുകയില്ല എന്നവന് മനസ്സിലായി. അവൻ പറഞ്ഞു, കർത്താവെ, നീ രാജത്വം പ്രാപിച്ചു വരുമ്പോൾ നീ എന്നെയും ഓർക്കണമേ. കർത്താവ് പറഞ്ഞു, നീ അത്രയും കാത്തിരിക്കേണ്ട, ഇന്ന് മുതൽ നീ എൻ്റെ കൂടെയാണ്. ഇത് ഒറ്റയടിക്ക് പുള്ളി എവിടെ നിന്ന് കയറി? ആ ഫെയ്ത്ത് പുള്ളിയുടെ ഉള്ളിലേക്ക്, ആ നീതിയിൽ നിന്ന് ആ വിശ്വാസമുണ്ടായ ആ ഒരു നിമിഷം, ഒരു പ്രവൃത്തിയും കൂടാതെ ഹി ബിക്കേം എ ചൈൽഡ് ഓഫ് ഗോഡ്, അല്ലേ? ശരിയല്ലേ? അപ്പൊ ഏതു മനുഷ്യനെ രക്ഷിക്കാൻ ഈ സുവിശേഷത്തിന് കഴിയും. ഈ പരീശന്മാർ കൊണ്ടിരുന്ന സുവിശേഷത്തിൽ രക്ഷപ്പെടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1-ാമത്തെ പടി കയറണം, 2-ാമത്തെ പടി കയറണം, 5-ാമത്തെ പടി കയറുമ്പോൾ ജീവനോടുണ്ടെങ്കിൽ പറയാം. ഇനി ജഡം കൊണ്ടുണ്ടാക്കുന്ന അതിനേക്കാൾ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നീതി കർത്താവ് കൊണ്ട് തന്നേരം എന്ത് ചെയ്തേനെ? 5-6 പേരൊക്കെ കയറി രക്ഷപ്പെട്ടേനെ. പക്ഷെ ഇത് വിശ്വാസം എന്ന വഴി തുറക്കുന്നത് വഴി സകലരെയും രക്ഷിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ നീതിയെ വെളിപ്പെടുത്തി. അങ്ങനെ വിശ്വാസം എന്നൊരു വഴി, ഒരു ഇടുക്ക് വഴി ദൈവം തുറന്നു. ഏതും മനുഷ്യനെയും രക്ഷിക്കാനുള്ള ദൈവശക്തിയായിട്ടാണ് ആ നീതി വെളിപ്പെടുന്നത്. അപ്പോൾ ഞാൻ തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ, തീരാൻ പോവാ. 2 പത്രോസിന്റെ 2-ാം ലേഖനം 1-ാം വാക്യമാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഒരൊറ്റ ചാട്ടം 3-ാം വാക്യത്തിലേക്ക്. ഈ 3-ാം വാക്യം, തന്റെ മഹത്വത്താലും വീര്യത്താലും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി ജീവനും. നമുക്ക് ആദ്യത്തെ ആ വാക്ക് തന്നെ എടുക്കാം, തന്റെ മഹത്വത്താലും വീര്യത്താലും. ഞാൻ ഇപ്പം മലയാളം ട്രാൻസ്ലേഷൻ എത്ര മനോഹരം എന്ന് പറഞ്ഞോളൂ, ഇപ്പൊ തന്നെ തിരുത്തി പറയേണ്ട അവസ്ഥയാണ്. അത് അത്ര മനോഹരമല്ല, അവിടെ ഒരു തെറ്റുണ്ട്. ആ തെറ്റെന്താന്ന് മനസ്സിലാണെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചാൽ മതി. ഇംഗ്ലീഷിൽ എന്താ എഴുതിയേക്കെന്ന് നോക്കിയേ. His divine power has granted to us all things that pertain to life and godliness through the knowledge of him who called us to his own glory and excellence. To his own glory and excellence. By his own glory and excellence എന്നാണോ? അവന്റെ മഹത്വത്താലും വീര്യത്താലും എന്നാണോ? അവന്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും എന്നാണോ? ഇംഗ്ലീഷിൽ എങ്ങനെയാ? To his glory and excellence. അങ്ങനെ കിങ് ജെയിംസിലും കിടക്കുന്നല്ലേ, ടു ഗ്ലോറി ആൻഡ് വെർച്യൂ. അപ്പോൾ അങ്ങോട്ട് വിളിച്ചിരിക്കുന്ന, നമ്മൾ മലയാളത്തിൽ എഴുതിക്കുമ്പോൾ അത് ഇത്തിരി ഒരു ചെറിയൊരു പ്രിപ്പോസിഷൻ പ്രോബ്ലം ഉണ്ടായി. അവിടെ തൻ്റെ മഹത്വത്താലും വീര്യത്താലും എന്നാണ്. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ല, അവൻ്റെ മഹത്വത്തിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവൻ്റെ പരിജ്ഞാനത്തിൽ. പരിജ്ഞാനം എന്നുള്ള വാക്ക് രാവിലെ എക്സ്പ്ലെയിൻ ചെയ്ത് ഓർമ്മയുണ്ടോ? ഇതെല്ലാം ഓർത്തിരിക്കുക എന്നുള്ളൊരു വലിയൊരു പാടാണ്. പരിജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് വുഡ് ജീസസ് ഡു? അങ്ങനെ ജീവിക്കാൻ വേണ്ടി അവൻ്റെ അതേ ഗ്ലോറിയിലേക്കും അതേ എക്സലൻസിലേക്കും. ആരുടെ എക്സലൻസിലേക്കാ നമ്മളെ വിളിച്ചിരിക്കുന്നത്? ക്രിസ്തുവിൻ്റെ എക്സലൻസിലേക്ക് വിളിച്ചേക്ക. എന്നെ പോലെ ഒരു പൊട്ടനെ, ഒരു ഗതിയുമില്ലാത്ത ഒരുത്തനെ വിളിച്ചിട്ട് പറയാണ്, നിന്നെ വിളിച്ചേക്കുന്ന എങ്ങോട്ടെന്ന് അറിയാമോ? എങ്ങോട്ടാ കർത്താവേ? യേശു ക്രിസ്തുവിൻ്റെ എക്സലൻസിലേക്കും യേശു ക്രിസ്തുവിൻ്റെ ഗ്ലോറിയിലേക്കുമാണ്. ഞാൻ പറയുന്നത് എന്തൊരു വിളി ചെയ്ത് ഞാൻ എങ്ങനെ ജീവിക്കും? അപ്പൊ കർത്താവ് പറയാണ്, ജീവനും ഭക്തിക്കും വേണ്ടതെല്ലാം ഞാൻ വെച്ചിട്ടുണ്ട് ഈ ആത്മാവിലൂടെ. എങ്ങനെയാണ്? വിളിച്ചവന്റെ പരിജ്ഞാനത്താൽ അവന്റെ ദിവ്യശക്തി നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ നമുക്ക് ആ ലൈഫ് ജീവിക്കാനുള്ള വിശുദ്ധീകരണത്തിന്റെ പൂർത്തിയിലെത്താൻ വേണ്ടിയുള്ള എല്ലാ റിസോഴ്സസും നമ്മുടെ ഉള്ളിൽ ദൈവം വെച്ചിട്ടുണ്ട്.
ഈ ജീവനും ഭക്തി എന്നൊക്കെ ആദ്യം ഞാൻ കേട്ടപ്പോൾ വിചാരിച്ചത് എന്താണെന്നറിയാം? ജീവിക്കാനുള്ള അപ്പം. പിന്നെ ഭക്തിക്ക് എന്തിനാ കാശ്? ചർച്ചിൽ പോകാനുള്ള സ്വോത്ര കാഴ്ച. എൻ്റെ കയ്യിൽ ഈ സ്വോത്ര കാഴ്ച ഇടാനുള്ള കാശില്ലായിരുന്നുകൊണ്ട്, ചേഞ്ച് ഇല്ലാഞ്ഞുകൊണ്ട് മോളിയാൻ്റെ എനിക്ക് എല്ലാ ദിവസവും സ്വോത്ര കാഴ്ചയ്ക്കുള്ള കാശ്. അത് ജീവനും ഭക്തിക്കും വേണ്ട പൈസയാണ്. പിന്നെ വണ്ടിക്കൂലി, വരാനുള്ള വണ്ടിക്കൂലി, ഇതാണ് ഭക്തിക്കുള്ള കാശ്. ഇത് രണ്ടും ദൈവം തരുമെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചുകൊണ്ടിരുന്നത്. പിന്നെ മനസ്സിലായത് അവൻ്റെ പരിജ്ഞാനം എന്നൊരു വാക്ക് അവിടെ കിടപ്പുണ്ട്. അതായത് ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാൻ, ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിക്കാനുള്ള ആ ജീവന് വേണ്ടതല്ല, അതേ ഭക്തിക്ക് വേണ്ടതല്ല, അവൻ്റെ പരിജ്ഞാനത്തിൽ നമ്മുടെ ഉള്ളിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. അപ്പൊ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. എങ്ങോട്ടാ പോകുന്നേ? നമ്മൾ വിചാരിക്കും നമ്മൾ അമേരിക്കയിലോട്ട് പോകാൻ, അല്ലെ ഓസ്ട്രേലിയയിലോട്ട് പോകുന്നത്. അതല്ല യാത്ര ഇവിടെ നിന്ന് ബാബിലോണിലേക്കല്ല, മനുഷ്യനിർമ്മിതമായ ബാബിലോൺ എന്ന ആ മ്ലേച്ഛതയിലേക്കല്ല, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന യെരുശലേം എന്ന പട്ടണത്തിലേക്ക്, ക്രിസ്തുവിന്റെ എക്സലൻസിലേക്ക്, സ്വർഗത്തിലേക്കാണ്. സ്വർഗവും ഭൂമിയും ഒന്നാകുന്ന ആ പെർഫെക്ഷനിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജീവന് വേണ്ടതാണ് ദൈവം നമുക്ക് ഓരോ ദിവസവും തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും പറയും, എനിക്ക് വയ്യ, ജീവിതം മടുത്തു. എന്നെ ഈ ഫോണിൽ വിളിച്ച് എപ്പോഴും ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ മടുത്തു, എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല. കാരണം ദേ ആർ അൺഅവെയർ ഓഫ് ദ റിച്ചസ് ഓഫ് ക്രൈസ്റ്റ്. ഒന്നുമില്ലായ്മയിലും സന്തോഷിക്കാനുള്ള ആ ധനം കർത്താവ് നമ്മുടെ ഉള്ളിൽ തന്നിട്ടുണ്ട്. വി ആർ വെരി സ്ട്രോങ് ഇൻ ദ ലോർഡ്. അടുത്ത വാക്യം എന്താ പറയുന്നത് നോക്കി. അവയാൽ ഈ ജീവനും ഭക്തിക്കും ഉള്ള ദാനങ്ങൾ തരുന്നത് വഴി എന്ത് സംഭവിച്ചു? അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്വമായ വാഗ്ദത്തങ്ങൾ. അപ്പൊ നമുക്കിത് ഇങ്ങനെ ട്രിക്കിൾ ഡൗൺ ചെയ്ത് നമുക്കിത് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു കാര്യം അറിയാം, ഈ സോഴ്സ് നമുക്ക് തുറന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഇത് അന്ത്യം വരെ എന്നെ എത്തിക്കാൻ ഈ പരിശുദ്ധാത്മാവ് എന്ന മുദ്ര എന്നോട് സംസാരിക്കുകയാണ്. നീ കർത്താവിന്റെ ആണ്, ഈ വാഗ്ദത്തം നിനക്കുള്ളതാണ്. എന്തിനാ ഈ വാഗ്ദത്തം തരുന്നറിയോ? അടുത്ത വാക്യം. ഇവയാൽ ഈ അതിമഹത്തായ വാഗ്ദത്തങ്ങളാൽ. ഈ അവയാൽ എല്ലാം കണക്ട് ചെയ്ത് ചിന്തിക്കണം. ഇവയാൽ നിങ്ങൾ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, തിരിച്ച് നമുക്ക് ഈ പ്രത്യാശ ആരും തരുന്നില്ല. നമ്മളോട് ആരും സ്വർഗത്തിൽ പോകുന്ന കാര്യം പറയുന്നില്ല. നമുക്ക് വാഗ്ദത്തങ്ങളും തരുന്നില്ല. വാഗ്ദത്തങ്ങളല്ല ഈ ലോകത്തിലാണ്. എന്നോടൊരു വാഗ്ദത്തം പറഞ്ഞ എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ പറ്റാത്ത പോലത്തെ മിനിസ്റ്റർ വരും. ഞാൻ പറഞ്ഞ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എയറോപ്ലെയിനിൽ കയറിയാൽ ഒന്ന് ഇറങ്ങണം എന്നുള്ളതാണ്. എത്ര സുഖമായിട്ടിരുന്നാലും നമ്മുടെ എയറോപ്ലെയിനിൽ കയറുന്ന ആർക്കെങ്കിലും എയറോപ്ലെയിനിൽ നിന്ന് ഇറങ്ങാൻ വയ്യാത്ത മിനിസ്റ്ററി ആഗ്രഹമുണ്ടോ? ഞാൻ പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയും പിള്ളേരും കാണണ്ടേ, എനിക്കൊന്ന് കുളിക്കണ്ടേ? ഇതെന്താ നിങ്ങൾ ഈ പറയുന്നു? വാഗ്ദത്തങ്ങൾ, അതിമഹത്തായ വാഗ്ദത്തങ്ങൾ ഈ പ്രവാചകന്മാർ തന്നിട്ട് പോകുന്നത്. അതെല്ലാം എങ്ങോട്ടാ നയിക്കുന്നറിയോ? ലോകമോഹത്താലുള്ള നാശം വിട്ടൊഴിയവല്ല, ഈ ലോകമോഹത്തിനകത്ത് പെടുത്തിക്കളയുക ചെയ്യുന്നത്. പക്ഷെ ഇത് കണ്ടിട്ട് നമ്മൾ ഹല്ലേലൂയ പറയും. നിനക്ക് വേണ്ടി വിശാലമായൊരു വഴി തുറന്നിരിക്കുന്നു. പ്രവാചകൻ ആമേൻ ഹല്ലേലൂയ. എന്നാ ഒരുത്തനെങ്കിലും എന്നിട്ട് ചോദിക്കണ്ടേ, ഇടുക്ക് വഴി അപ്പൊ തുറക്കുമെന്ന്? അതാരും ചോദിക്കില്ല. വിശാലമായ വഴിയെ പോകുന്നവർ അനേകരും, അല്ലെ, നാശത്തിലേക്കുള്ളൊരു വിശാലം അതിലെ കിടക്കുന്നവർ അനേകരുമാകുന്നു. അതേ വിശാലമായ വഴിയിലേക്ക് പിന്നെ നിങ്ങളെ, എന്തൊരു കഷ്ടമല്ലേ ഇത്. പൗലോസും പത്രോസും അന്നേ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ പോയ ശേഷം ഇങ്ങനെയുള്ള കൊടിയ ചെന്നായ്ക്കൾ വന്നിട്ട് കർത്താവ് നമുക്ക് വെച്ചിരിക്കുന്ന പ്രോമിസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിക്കാൻ അവർ നിങ്ങളെ നിർബന്ധിക്കും. അത് ക്രിസ്തുവിന്റെ നാമത്തിലാണ് ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തുവിനെ കുറിച്ച് പിന്നൊന്നും മിണ്ടില്ല. ഈ നാമം മാത്രം മതി അവർക്ക്, ആളെ വേണ്ട. അടുത്തത്, ഈ ലോകത്തിന്റെ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന്, ക്രിസ്തുവിന്റെ സ്വഭാവത്തിന്റെ പാർട്ട്നേഴ്സ് ആയിട്ട് നമ്മൾ മാറാൻ വേണ്ടി എന്താ ചെയ്യുന്നത്? അവൻ നമുക്ക് വലിയ വാഗ്ദത്തങ്ങളെ നൽകിയിരിക്കുന്നു. സ്വർഗത്തിൽ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാനുള്ള വാഗ്ദത്തം. പക്ഷെ ഒരു പ്രോബ്ലം എന്നറിയാം, ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് ഇത് എത്ര വാഗ്ദത്തം എന്ന് പറഞ്ഞാലും നിങ്ങൾക്കതൊരു സുഖമായിട്ട് തോന്നില്ല. കാരണം ഈ വീണ്ടും ജനിച്ച ഒരാൾക്ക് മാത്രമേ, നിങ്ങൾക്ക് ഞാൻ അങ്ങനെ ജനറലായിട്ട് പറഞ്ഞാൽ, വീണ്ടും ജനിച്ചവരാണ് നിങ്ങളെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാമല്ലോ എന്നുള്ളൊരു സന്തോഷമാവുള്ളൂ. അതല്ലെങ്കിൽ അതൊരു മഹാബോറൻ പരിപാടിയായിട്ട് തോന്നുള്ളൂ. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ പണ്ട് കേട്ടൊരു കഥയാണ്. ഒരു മനുഷ്യൻ, ഇത് ഇങ്ങനെ ഒരിക്കലും നടക്കില്ല കേട്ടോ, ജസ്റ്റ് ഒരു കഥയായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ. ഒരു മനുഷ്യൻ സ്വർഗത്തിൻ്റെ നരകത്തിൻ്റെ ഇടയിലുള്ള ഒരു കോറിഡോറിൽ ചെന്നു. കഥയാണ്, അങ്ങനെ ഒരു കോറിഡോർ ഒന്നും അവിടെ ഇല്ല.
അപ്പോൾ ഒരു ദൂതൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ദൂതൻ ഇവനോട് പറഞ്ഞെന്നാണ് പറയുന്നത്. ചുമ്മാ സ്റ്റോറിയാണ്, നിങ്ങളതിൻ്റെ മെസ്സേജ് വരുമ്പോൾ മനസ്സിലാക്കിയുള്ളൂ. ഇപ്പോൾ ഇത് തുടക്കം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ദൂതൻ പറഞ്ഞു, നിന്നെ കൊണ്ട് ആർക്കും വലിയ പ്രയോജനം ഉണ്ടായിട്ടില്ല, ഉപദ്രവം ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് നിന്നെ എങ്ങോട്ട് വിടണമെന്നുള്ള കാര്യം ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം ഞങ്ങളുടെ തീരുമാനം, നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, അതാണ് തീരുമാനം. അപ്പോൾ പുള്ളി ആലോചിച്ചു, എല്ലാവരും സ്വർഗം ഭയങ്കര കാര്യമായിട്ട് പറയുന്നു, നമുക്ക് ആദ്യം സ്വർഗവും നോക്കിയേക്കാം. പുള്ളി നേരെ സ്വർഗം എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഡോറിൻ്റെ അടുത്തോട്ട് എന്ന് കഴിഞ്ഞപ്പം അവിടെ രണ്ടുമൂന്ന് അമ്മച്ചിമാരിരുന്ന് ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുന്നു, പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഇയാൾ വിചാരിക്കുകയാണ്, ഇതെന്താണ്, ഇത് തന്നെയായിരുന്നു ലോകത്തിലും, ഇത് തന്നെയാണ് ഇവിടെ സ്തോത്രം. ഇവന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല അതിനകത്തൊന്നും, സ്തോത്രവും സ്തുതിയും, എനിക്കിങ്ങും വേണ്ട എന്ന് പറഞ്ഞ് നരകം കൂടെ ഒന്ന് കണ്ടേക്കാം. ഈ നരകം കാണാൻ വേണ്ടി പുള്ളി പോയി. അപ്പം നരകം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായൊരു കെട്ടിടമായിരുന്നു, ഗ്ലാസ് കൊണ്ടുണ്ടാക്കി കെട്ടിടം. അപ്പോൾ ഇനി ഗ്ലാസിനിടയിലൂടെ നോക്കി അകത്ത് എന്താ നടക്കുന്നത്. അകത്ത് നടക്കുന്ന കണ്ടിട്ട് അവൻ ഞെട്ടിപ്പോയി. അവിടെ പലവിധമായ ഹോട്ടലുകൾ, ഫുഡ് സെർവ് ചെയ്യുന്നു, ആൾക്കാർ ഡാൻസ് ചെയ്യുന്നു, എൻജോയ് ചെയ്യുന്നു, പാപം ചെയ്യാൻ പ്രത്യേക കോർണറുകൾ, തരാതരം ഫാഷൻ ഷോകൾ, സിനിമാ നടന്മാർ, നടിമാർ, രാഷ്ട്രീയ നേതാക്കൾ എല്ലാം അവിടെ ഉണ്ട്. ഭയങ്കര എൻജോയ്മെൻറ്റാണ്. അപ്പോൾ ഇവൻ ഈ ദൂതനോട് പറഞ്ഞു, എന്തായാലും സ്വർഗത്തിലോട്ട് ഞാനില്ല, ഇതൊക്കെ വിട്ടിട്ട് എങ്ങനെ സ്വർഗത്തിലോട്ട് പോകുന്നു, എനിക്ക് ആകെ എൻജോയബിളായിട്ട് തോന്നിയതാണ്. അന്നേരം ഈ ദൂതൻ പറഞ്ഞു, പോയാൽ പോക്കാണ്, പിന്നെ തിരിച്ചു വരാൻ പറ്റത്തില്ല. എന്തായാലും സ്വർഗത്തിലോട്ടില്ല, നിങ്ങളൊന്ന് നോക്കി, ഇതിനകത്ത് നടക്കുന്ന ആ ആഹാരം കണ്ടിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. പുള്ളി നേരെ ചെന്ന് ഡോർ തുറന്നപ്പം 2 കുട്ടിപ്പിശാചുക്കൾ വന്ന് ഇവനെ തൂക്കി എടുത്തുകൊണ്ട് പോയി ഒരു ചട്ടിയിലിട്ട് വറക്കാൻ തുടങ്ങി. ഇവൻ നോക്കിയപ്പോൾ അകത്ത് നോക്കിയപ്പം ഈ പറയുന്ന ഒന്നും അകത്ത് കാണുന്നില്ല. അകത്ത് ഇരുട്ടും തീയും പുഴുവും മാത്രമേ ഉള്ളൂ, ഒരു സാധനം വെളിയിൽ കണ്ട ഒന്നുമില്ല. അപ്പോൾ അവൻ ഈ വറക്കുന്ന കുട്ടിപ്പിശാചോട് ചോദിക്കും, ഇതൊന്നും അല്ലല്ലോ, എന്നെ നിങ്ങൾ പറ്റിക്കുമായിരുന്നല്ലേ, ഇതൊന്നും അല്ലല്ലോ വെളിയിൽ നിന്ന് കണ്ടെന്ന് പറഞ്ഞു. ഞങ്ങൾ ഈ നരകത്തിൻ്റെ അഡ്വർടൈസ്മെന്റ് അങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞു. നമ്മൾ ഈ അഡ്വർടൈസ്മെന്റിനകത്ത് ചുറ്റിക്കിടക്കുന്നതുകൊണ്ട് ഈ സ്വർഗവും നിങ്ങൾക്ക് അതിമഹത്തായ പ്രതിഫലം എന്നൊന്നും പറഞ്ഞ് ഒന്നും തോന്നില്ല. കാരണം ഈ പെന്തക്കോസ്തിലെ പ്രസംഗം കേട്ട് നമ്മൾ മനസാക്ഷി മരവിച്ച് ലോകം എങ്ങനെയും കിട്ടിയാൽ മതി എന്നുള്ള ആ ചിന്തക്കകത്തോട്ട് വിശ്വാസികളിൽ വലിയൊരു പങ്കും വീണുപോയത് കൊണ്ട് ഈ സ്വർഗത്തിന്റെ തേജസ് എന്നൊന്നും പറഞ്ഞാൽ അകത്തൊരു ഒരു വിങ്ങൽ ഉണ്ടാവില്ല, ഒരു കൊതി ഉണ്ടാവില്ല. ദാറ്റ് പ്രത്യാശ ഈസ് ലോസ്റ്റ് ഫ്രം ദിസ് ജനറേഷൻ. അതുകൊണ്ട് ഈ അപ്പോസ്തലിക ഉപദേശം തുടർച്ചയായി കേൾക്കുമ്പോഴായിരിക്കും ഇത് വരുന്നത്. ഇത് ദൈവത്തിന്റെ ആത്മാവിന് മാത്രമേ തരാൻ പറ്റുള്ളൂ, എൻ്റെ പ്രസംഗം കൊണ്ട് തരാൻ പറ്റില്ല. ബട്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് വി ഹാവ് ലോസ്റ്റ് സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ് ആസ് എ ചർച്ച്. നമുക്ക് ആ ഒരു പ്രത്യാശയുള്ള ഒരു കൂട്ടമായിട്ട് ഒരു ദേശത്തൊരു സഭ ഉയരേണ്ടത് ആവശ്യമാണ്. ദേ ഷുഡ് ഷോ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ആൻഡ് ദ വെൽത്ത് ഓഫ് ക്രൈസ്റ്റ് ടു ദോസ് പെരിഷിംഗ് പീപ്പിൾ അറൗണ്ട് യു. അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഇതാണ് ഗ്ലോറി, ഇതാണ് സന്തോഷിക്കാനുള്ളത്, ഇതാണ് ജോയ്. ആ ജോയ് ആണ് ഏറ്റവും വലിയ ധനം എന്ന് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അടുത്ത വാക്യം, അത് നിമിത്തം തന്നെ നിങ്ങൾ സകല ഉത്സാഹവും കഴിച്ച് നിങ്ങളുടെ വിശ്വാസത്തോട് വീര്യവും. ഇത് നമ്മൾ ഓടിച്ചു വിടുവാണേ, വിശ്വാസത്തോട് വീര്യവും. അപ്പൊ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസമാണ്. ഈ അതിവിശുദ്ധ വിശ്വാസമാണെങ്കിൽ അതിന്റെ കൂടെ ഇതെല്ലാം ആഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും, നമ്മൾ തന്നെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അതങ്ങനെ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കും. വിശ്വാസത്തോട് വീര്യവും, വീര്യത്തോടു കൂടി പരിജ്ഞാനവും, പരിജ്ഞാനത്തോട് ഇന്ദ്രിയജയവും, പരിജ്ഞാനത്തോടു കൂടി ഇന്ദ്രിയജയവും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, ഇന്ദ്രിയജയത്തോട് സ്ഥിരതയും, സ്ഥിരതയോട് ഭക്തിയും, സ്ഥിരതയോട് ഭക്തിയും, ഭക്തിയോട് സഹോദരപ്രീതിയും, സഹോദരപ്രീതിയും, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ, സഹോദരപ്രീതിയോട് സ്നേഹവും കൂട്ടിക്കൊള്ളുവിൻ. അപ്പൊ ഇതെല്ലാം വന്ന് നമ്മുടെ സ്വഭാവമായിട്ട് മാറണം. വീര്യമുള്ളൊരു വിശ്വാസം, സെൽഫ് കൺട്രോൾ ഉള്ളൊരു ലൈഫ്, സ്ഥിരമായ വിശ്വാസം, ഫലം കൊടുക്കുന്ന വിശ്വാസം, അതുപോലെ സഹോദരപ്രീതി എന്നുള്ള സ്നേഹം. ഇതാണ് നമ്മുടെ വിശുദ്ധീകരണത്തിന്റെ യാത്ര. നമ്മൾ ക്രിസ്തുവിന്റെ സ്വഭാവമുള്ളവരായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒരിക്കലും ക്രിസ്തുവിനെ പോലെ പെർഫെക്റ്റ് ആകുന്നില്ല, ബട്ട് വി ആർ ഓൺ ദാറ്റ് പാത്ത് വേ ടു ക്രൈസ്റ്റ്. അപ്പൊ എപ്പോൾ നോക്കിയാലും നമ്മൾ ആ വഴിയിലാണ്, ആ ഇടുക്ക് വഴിയിലാണ്. ആ ഇടുക്ക് വഴിയിൽ ക്രിസ്തു ഉണ്ട്. വി ആർ വിത്ത് ഹിം ഇൻ ദാറ്റ് നാരോ ഗേറ്റ് ദാറ്റ് ലീഡ്സ് ടു ഹെവൻ. ഇവിടെ ഈ വക ഉണ്ടായി വർദ്ധിക്കുന്നുണ്ട്. അത് രാവിലെ പാസ്റ്റർ പറഞ്ഞത്, നിങ്ങൾ ശരിക്കും ദൈവത്തിന്റെ മക്കളാണ്, യു ആർ ജസ്റ്റിഫൈഡ് എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? നിങ്ങൾ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. ഈ വക നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, എന്തോ അടുത്ത വാക്യം,
ഇവ നിങ്ങൾക്കുണ്ടായി വർദ്ധിക്കുന്നുവെങ്കിൽ, ഇതിങ്ങനെ നിങ്ങൾ വളരുന്നുണ്ടെങ്കിൽ, ഇങ്ങനെ ഈ വിശുദ്ധീകരണം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സാഹമില്ലാത്തവരും നിഷ്ഫലന്മാരും ആയിരിക്കയില്ല. നമ്മുടെ ഉള്ളിൽ ഭയങ്കര ഉത്സാഹമായിരിക്കും ഈ മുമ്പോട്ടുള്ള ഓട്ടത്തിന്. കാരണം ഇത് വളർന്നു വരുന്തോറും ഈ പ്രത്യാശയും നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന വാഗ്ദത്തങ്ങളെ കുറിച്ച് നമുക്ക് സ്ഥിരമായ ഒരു സന്തോഷം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവും. നമ്മൾ ഉത്സാഹത്തോടെ ഓടുന്നവരായിട്ട് മാറും. ഇതുണ്ടായി വർദ്ധിക്കുന്നില്ലെങ്കിലോ നമ്മൾ തളർന്നവരും നിരാശരും ആയിരിക്കും. അടുത്ത വാക്യം, അവയില്ലാത്തവനോ കുരുടനത്രേ. ഓക്കെ, ഈ വാക്യം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവയില്ലാത്തവനോ കുരുടനത്രേ. അപ്പം എന്താ സംഭവിക്കുന്നത്? ഈ സ്പിരിച്വൽ ബ്ലൈൻഡ്നെസ്, ആത്മീക കുരുടത്വം. കുരുടത്വം എന്ന് പറഞ്ഞാൽ എന്തോ? യഥാർത്ഥമായിട്ടുള്ള ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥയാണ്, വേണ്ട ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ. ഇവിടെ ഈ കുരുടത്വം എന്ന് പറഞ്ഞിരിക്കുന്ന ഒട്ടും കാണാൻ വയ്യാത്ത അവസ്ഥയല്ല, ഹ്രസ്വദൃഷ്ടിയാണ്. ഓക്കെ, അവൻ ഹ്രസ്വദൃഷ്ടിയുള്ളവനും തന്റെ മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം തന്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നവനും തന്നെ. ഈ ഹ്രസ്വദൃഷ്ടിയുടെ പ്രത്യേകത എന്താണ്? ഹ്രസ്വദൃഷ്ടി മുമ്പിലുള്ളത്. ഇപ്പം ഹ്രസ്വദൃഷ്ടിയുള്ളവർക്ക് അടുത്തുള്ളത് കാണാം, ദൂരെയുള്ളത് കാണാൻ പറ്റില്ല. ശരിയല്ലേ? അങ്ങനെയല്ലേ? ഈ ആത്മീക ഹ്രസ്വദൃഷ്ടി എന്ന് പറഞ്ഞാൽ എന്താ? നിങ്ങൾ പൊറോട്ട ഒന്ന് നോക്കിയേ. ഇന്ന് ഞായറാഴ്ചയല്ലേ? ശരി, പൊറോട്ട ഒന്ന് നോക്കാം. ഇങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിന്റെ പൊറോട്ട ഒന്ന് നോക്കി. കഴിഞ്ഞ ഒരാഴ്ച ഒട്ടക്കാലം അപ്പം നിങ്ങൾ എന്തുമാത്രം കണ്ടു? പൊറോട്ട നോക്കിയപ്പം 7 ദിവസം കണ്ടു. മാസാവസാനം എന്ത് പറയുന്നറിയോ? ഈ മാസക്കാലം. അതിനൊക്കെ നല്ല വൈബ്രേഷൻ പറയണം, എന്നാലേ അതിനകത്ത് എഫക്റ്റ് വരത്തില്ല. ജനുവരി 31 ഈ കഴിഞ്ഞ വർഷക്കാലം, അതിന് വൈബ്രേഷൻ ഭയങ്കര കൂടുതലാണ്. അത് ഭയങ്കര എഫക്റ്റാണ്. ആ ഒരു വർഷക്കാലം എന്ന് പറയും. പിന്നെ കുറേ ആൾക്കാർക്ക് കുറച്ചുകൂടെ നന്ദിയുള്ളവരുണ്ട്. അവർ ഇത്രത്തോളം ഞങ്ങളെ നടത്തുവാൻ ഞങ്ങൾ എന്തുള്ളൂ, ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. ഞാൻ ഒറ്റയ്ക്കല്ല, ദൈവം എന്നെയും കുടുംബമായിട്ടാണ് നടത്തിയത്. ആരൊക്കെ സ്വർഗത്തിൽ പോകുന്ന അറിയാൻ മേല, പക്ഷെ ശരിക്കും നടത്തിയിട്ടുണ്ട്. അപ്പോൾ ജീവിതകാലത്ത് മുഴുവൻ ഓർത്ത് നമ്മൾ നന്ദി പറഞ്ഞു. പക്ഷെ എന്താ മറന്നുപോയെന്നറിയോ? തൻ്റെ മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നു. അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ എനിക്ക് പകരം മരിച്ച് എൻ്റെ പാപങ്ങളെ ശുദ്ധീകരിച്ച് മറന്നുപോയി. എവിടെ ഈ വർഷിപ്പ് ലീഡേഴ്സ് കയറിയാൽ അവർ പറയുന്നത് ഇത്രത്തോളം നമ്മളെ കൊണ്ടുവന്നിടാൻ നമ്മൾ എന്തുള്ളൂ. കഴിഞ്ഞ ആഴ്ച നടത്തിയ ദൈവം. ഞാൻ കഴിഞ്ഞ വർഷം ഒരു വിദേശ രാജ്യത്ത് പോയപ്പം അവിടെ ഒരു കൺവെൻഷൻ നടക്കുകയാണ്. അപ്പം പിള്ളേരാ പാട്ടൊക്കെ പാടും, നല്ല പാട്ടുകൾ. അപ്പം ഞാൻ അവിടെ എന്ന് പറഞ്ഞു, ഈ പാട്ടൊക്കെ പാടിക്കോ, കുഴപ്പമില്ല, പക്ഷെ അതിൻ്റെ കൂടെ ഈ ക്രിസ്തു നമ്മളെ രക്ഷിച്ചതിനെ കുറിച്ച് ഓർത്തൊരു നന്ദി ഇങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് ഈ പൂർവ്വകാല പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നു പോകണ്ടല്ലോ. അവരന്ന് വൈകിട്ട് കുറേ പഴയ പാട്ടുകളൊക്കെ സംഘടിപ്പിച്ച്, പഴയ പാട്ടിലുള്ളൂ ഇത്, അതൊക്കെ സംഘടിപ്പിച്ച് പാടി. വൈകിട്ട് എന്നോട് പറഞ്ഞു, അങ്കിളെ നടക്കത്തില്ല. അതെന്താ? ആരും അനങ്ങുന്നില്ല. ഞങ്ങൾ ഇന്ന് അങ്കിള് പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് അങ്ങനെ പാടാം, ബാക്കിയുള്ളതെല്ലാം ഞങ്ങളുടെ രീതി പാടിക്കോട്ടെ. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ചെയ്യാൻ പറ്റും, നോക്കിയിട്ട് കാര്യമില്ല. ഇത് ജനങ്ങൾ മൊത്തത്തിൽ ആ പഴയ കാല പാപങ്ങളുടെ ശുദ്ധീകരണം മറന്നുപോയി. ഹ്രസ്വദൃഷ്ടി. ഇനി മുമ്പോട്ട് നോക്കാം. മുമ്പോട്ട് നോക്കി. ഈ അല്ലല്ല, അവിടെ ഒന്നുമില്ല, ഞാൻ പറയാം. മുമ്പോട്ട് നോക്കിയാൽ നമ്മൾ എന്താ കാണുന്നത്? ഈ വർഷം നമുക്ക് അനുഗ്രഹമാക്കി തരുന്ന ദൈവം, നിങ്ങളുടെ തലമുറയെ മാനിക്കുന്നത്. അപ്പൊ കുറച്ചൊക്കെ മുമ്പോട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്താ കാണാത്തത്? നിത്യതയുടെ തേജസ്സിൽ നമ്മൾ കർത്താവിലൂടെ ഇരിക്കുന്ന കാണുന്നില്ല. ആത്മീക ഹ്രസ്വദൃഷ്ടി, കുരുടത്വം. ഈ കുരുടന്മാരെ വഴി കാണിച്ച് ലോകത്തിലെ കാഴ്ചകൾ കാണിച്ചു തന്ന് ഈ ഹ്രസ്വദൃഷ്ടിക്കാരായി നമ്മളെ കുരുക്കിയിട്ടിരിക്കുന്നു. നിങ്ങൾക്ക് തോന്നുന്നില്ല? ഒരു വിഷമം തോന്നില്ല ഇങ്ങനെ കുരുങ്ങി കിടന്നല്ലോ എന്ന് കുറേ നാളെങ്കിലും തോന്നില്ല? ഇനി അടുത്ത വാക്യം. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? എങ്ങോട്ടാ വിളിച്ചത്? നിങ്ങൾക്ക് വല്ല ഐഡിയ ഉണ്ടോ? എങ്ങോട്ടാ വിളിച്ചേക്കുന്നേ? എന്ത് വിളിയാ ഇത്? ക്രിസ്തുവിന്റെ, ഇപ്പൊ തന്നെ മറന്നു പോയി അല്ലേ, ക്രിസ്തുവിന്റെ മഹത്വത്തിലേക്കും തേജസ്സിലേക്കും വീര്യത്തിലേക്കും നമ്മെ വിളിച്ചവന്റെ പരിജ്ഞാനം. അതിലോട്ടാണ് നമ്മളെ തെരഞ്ഞെടുത്തിട്ട് വിളിച്ചേക്കുന്നത്. അങ്ങോട്ടാണോ വിളിച്ചേക്കുന്നത്? മിക്കവാറും ആൾക്കാരെ അപ്പം തിന്നാൻ വിളിച്ചവരാ, അവർക്ക് അത്ര അറിയത്തുള്ളൂ. ഇതിനപ്പുറത്തേക്കുള്ളൊരു വിളി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? നിങ്ങൾ ഇന്ന് നിങ്ങളോട് ചോദിക്കേണ്ട ചോദ്യമാണ്, ഈ ഒരു വിളി നിങ്ങളുടെ ഉള്ളിൽ വന്നിട്ടുണ്ടോ? ആ കൊളുത്ത് വന്ന് ഹൃദയത്തിൽ വീണിട്ടുണ്ടോ? നിത്യതയിൽ ക്രിസ്തുവിൻ്റെ കൂടെ തേജസ്സിൽ ഇരിക്കാനുള്ള ആ വിളി നിങ്ങളുടെ ഹൃദയത്തിൽ വന്ന് കിടപ്പുണ്ടോ? ആർ യു കോൾഡ് ടു ഷെയർ
ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്, ടു സിറ്റ് വിത്ത് ഹിം ഇൻ ഹെവൻ. അത് ഉള്ളിലേക്ക് വന്നിട്ടുണ്ടോ? ആ കൊളുത്ത് വീണിട്ടുണ്ടോ? അടുത്ത വാക്യം. ഇങ്ങനെ ചെയ്താൽ എങ്ങനെ ചെയ്താൽ? ഈ വിളിയും തെരഞ്ഞെടുപ്പ് ഉറപ്പ് വരുത്തിയാൽ. ഇന്ന് ഈ ഒരു കാര്യം നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ പറ്റും. നമ്മൾ വിചാരിച്ച് നന്നാവാനൊന്നും പറ്റില്ല, വിശ്വസിച്ച് മാത്രമേ നന്നാവാൻ പറ്റുള്ളൂ. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം, എൻ്റെ വിളി എന്ത് വിളിയാണ്? ഈ 5000 പേര് അപ്പം തിന്നാൻ, 5000 പുരുഷന്മാർക്ക് അപ്പം വിധിച്ചു കൊടുത്തപ്പം കർത്താവ് അതിന് ശേഷം പറഞ്ഞൊരു കാര്യമുണ്ട്: നിങ്ങൾ അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടാണ് എൻ്റെ പിന്നാലെ വരുന്നത്. നമുക്ക് അപ്പം തിന്നാനുള്ള വിളിയാണോ, അതോ ക്രിസ്തുവിൻ്റെ കൂടെ നിത്യമായി സ്വർഗത്തിൽ ഇരിക്കാനുള്ള വിളിയാണോ? ഏത് വിളിയാണ് നിങ്ങൾക്ക് കിട്ടിയേക്കുന്നത്? ഞാനൊരു കാര്യം പറയാം, ഒരു ക്രിസ്തീയ സഭയിൽ നിങ്ങൾ അംഗങ്ങളാണെങ്കിൽ അത് വിളിച്ചു വേർതിരിക്കപ്പെട്ട വിശുദ്ധന്മാരുടെ സംഘമാണ്. ദേ ആർ കോൾഡ് ബൈ വൺ ഹോപ്പ്. ഏക പ്രത്യാശയാൽ വിളിക്കപ്പെട്ടവർ എന്നുള്ളതാണ് ഒരു സഭയുടെ അടിസ്ഥാനം. വി ആർ ഓൾ കോൾഡ് ഇൻ ടു ദാറ്റ് വൺ ഹോപ്പ്. ശരിയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ തേജസ്സോടുള്ള വരവാണ്. അതിനിടെ നമ്മൾ ആഹാരം കഴിക്കും, സമൃദ്ധിയായിട്ട് കഴിക്കും, ചിലപ്പോൾ സമൃദ്ധിയായിട്ട് ജീവിക്കും, ചിലപ്പോൾ കാശുണ്ടായിരിക്കും, ഇല്ലായിരിക്കും, ജോലി കിട്ടും, പോകും, ചിലപ്പോൾ കഷ്ടപ്പാടായിരിക്കും, ചിലപ്പോൾ രോഗം വരും, ചിലപ്പോൾ അത് മാറും, ചിലപ്പോൾ കർത്താവ് പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യം തരും. ഇതൊക്കെ നടക്കും. പക്ഷെ അതിൻ്റെ എല്ലാം മുകളിൽ there is one thing that holds us together. We are all called by that one hope. അങ്ങനെ നമ്മൾ ഉറപ്പ് വരുത്തിയാൽ, ഉറപ്പുണ്ടോ? ശരി, ഞാൻ സാധാരണ പാസ്റ്റർമാർ പറയുന്നൊരു കാര്യം പറയാം. ഈ ഒരു ഉറപ്പാണ് എൻ്റെ വിളിയെന്ന് ബോധ്യമുള്ളവരെന്ന് കൈ ഉയർത്തി സ്തോത്രം ചെയ്ത് ധൈര്യമായിട്ട്. എൻ്റെ വിളി ഇവിടെ കഞ്ഞിയും കുടിച്ച് ജീവിച്ച് മരിക്കാൻ വേണ്ടിയുള്ളൊരു വിളിയല്ല, കർത്താവിൻ്റെ തേജസ്സിൽ പങ്കാളിയാകാൻ വേണ്ടിയുള്ളൊരു വിളിയാണ് എന്ന് അത് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വലിയ അത്ഭുതം സംഭവിക്കാൻ പോവാണ്. എങ്ങനെ അറിയാം? ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ഇടറിപ്പോവുകയില്ല. ഇഫ് യു ആർ ഷുവർ അബൌട്ട് യുവർ കോൾ, യു വിൽ നെവർ സ്റ്റംബിൾ. മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുന്നത് നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. എന്താ ഈ ധാരാളമായി പ്രാപിക്കുക എന്ന് പറഞ്ഞ അർത്ഥം? ഇപ്പം നിങ്ങൾ ആരെങ്കിലും എന്നെ വീട്ടിലോട്ട് വിളിച്ചെന്ന് വിചാരിച്ചോ, ഇത്ര അഡ്രസ്സ് തന്നു, ഇപ്പം ഞാൻ വീട്ടിലോട്ട് വരികയാണ്. വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഡോർ തുറന്നു കിടക്കുമെന്ന് വിചാരിച്ചോ, ഞാൻ എന്ത് ചെയ്യും? നേരെ അകത്തോട്ട് കയറി വരുമോ? അറിയാൻ മേല. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നിങ്ങൾ ചെയ്യാറുണ്ടോ? എന്താ ചെയ്യുന്നത്? ഡോറിൽ നോക്കിയോ അല്ലെ ബെല്ലടിക്കും, അല്ലേ? ബെല്ലടിക്കും. എന്നിട്ട് ആൾക്കാർ വന്ന് പാസ്റ്റർ വാ എന്ന് പറയുമ്പോൾ കയറും. അങ്ങനെയല്ലേ നമ്മളെല്ലാം ചെയ്യുന്നത്? ധാരാളമായ പ്രവേശനമല്ല. അവിടെ ചെന്ന് വെയിറ്റ് ചെയ്ത് ആളുടെ പെർമിഷൻ എടുത്ത് അകത്ത് കയറി ഇരിക്കും. ആ ഇരിക്കുമ്പോൾ നമ്മൾ എവിടെ ഇരിക്കും? ആ ഇരിക്കുന്ന സോഫയിൽ ഇരിക്കും. അല്ല ഓടിപ്പോൾ അവിടുത്തെ റൂമിലൊന്നും കയറില്ലല്ലോ. കയറുമോ? ഇല്ല. ബാത്റൂമിൽ പോകണമെങ്കിൽ ഒന്ന് ചോദിക്കും, വേർ ഇസ് ദ ബാത്റൂം? ബാത്റൂം നമ്മൾ കണ്ടു കാണും, എന്നാലും അതും അവരോട് പറഞ്ഞിട്ടേ അല്ലേ? ശരിയല്ലേ? അപ്പം കഷ്ടപ്പെട്ട അവിടെ ഇരിക്കുന്നത്. ഈ നിങ്ങളുടെ വീട്ടിലോട്ട് ധാരാളമായി പ്രവേശിക്കുന്ന ആരാ? സ്കൂൾ വിട്ട് വരുന്ന പിള്ളേര് ഡോർ അടച്ചിട്ടേക്കുവാണെങ്കിൽ അവന്മാർ കുത്തി തുറക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യും, അല്ലെങ്കിൽ വിൻഡോയ്ക്ക് അകത്തോടെ ചാടും. കാരണം എന്താ? അവർക്ക് ഉറപ്പാ ഇത് ഞങ്ങൾക്ക് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഞങ്ങളുടെ വീടാണ്, അവിടെ ആരുടെയും പെർമിഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളുടെ പിള്ളേർ വൈകിട്ട് വന്നിട്ട് ഡോർ നോക്കി ചെയ്തിട്ട് പാപ്പ മേ ഐ കം ഇൻ എന്ന് ചോദിച്ചു. അതിലും വലിയ കഷ്ടം ദുരിതം ലോകത്തുണ്ടായിരിക്കത്തില്ല. ദേ നോ ദാറ്റ് ഇറ്റ് ഈസ് ദെയർ ഹോം. അപ്പൊ സ്വർഗ്ഗരാജ്യത്തിലേക്കുള്ള ധാരാളമായ പ്രവേശനം പ്രാപിക്കുന്ന അർത്ഥം എന്താ? നമുക്ക് നല്ല ഉറപ്പാ. ആ ഉറപ്പെന്ന് പറഞ്ഞാൽ അത് എൻ്റെ വീടാന്ന് എനിക്കറിയാം. പോകുമ്പം ഭയങ്കര സന്തോഷത്തോടെ പോകുന്നു, ഒരു ആംബിഗ്യൂറ്റി ഇല്ല. വഴിയിൽ എന്നെ തടയുമെന്നോ കയറാതിരിക്കേണ്ടി വരുമെന്നോ അവിടെ ചെല്ലുമ്പം എമിഗ്രേഷൻകാർ തടഞ്ഞു നിർത്തുമെന്നോ ഒന്നുമില്ല. ബിക്കോസ് ഇറ്റ് ഈസ് മൈ ഹോം, ദ ലോർഡ് ഹാസ് ഗിവൻ മീ ദാറ്റ് ഹോം. അതുകൊണ്ട് ധാരാളമായൊരു പ്രവേശനം നമ്മുടെ ഉള്ളിൽ കിടപ്പുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും റിജോയ്സിങ് ആയിരിക്കും, നമ്മൾ ഒരിക്കലും ഇടറിപ്പോകില്ല. വി ഗെറ്റ് എ റിച്ച് എൻട്രി, അബണ്ടന്റ് എൻട്രി എന്നാണ് ഇംഗ്ലീഷിൽ കിങ് ജെയിംസ് എഴുതിയിരുന്നത്. അബണ്ടന്റ് എൻട്രി ഇൻ ടു ദ എറ്റേണൽ കിങ്ഡം ഓഫ് എവർലാസ്റ്റിംഗ് കിങ്ഡം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആ അബണ്ടന്റ് എൻട്രി നല്ല രസമല്ലേ? അല്ലേ? വി നോ വി ഹാവ് എ ഹോം ദെയർ. വി ഡോണ്ട് ഹാവ് എനി ഹെസിറ്റേഷൻ. ഒരു ഇടർച്ചയുമില്ല, ഒരു സംശയവുമില്ല. അങ്ങനെ ജീവിക്കുന്നതാണ് വിശുദ്ധീകരണത്തിൻ്റെ ഏറ്റവും മനോഹരമായ റിസൾട്ട്. ഇസ് ആൻ ആൻറ്റിസിപ്പേഷൻ അബൌട്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ ടു അസ്. എത്ര മനോഹരമായ ഒരു രക്ഷയാണ് ദൈവം നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഈ വചനം, രക്ഷയുടെ വചനം,
അഗണ്യമാക്കാതെ മറന്നു പോകാതെ അത് എപ്പോഴും ഓർക്കുവാൻ ഒരു പണിയുള്ളൂ. ഈ വചനങ്ങളെല്ലാം ഒന്ന് വായിച്ചാൽ മതി. ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് പുതുതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഗോ ത്രൂ ദ ബുക്ക് ഓഫ് റോമൻസ്, go through the book of Hebrews, the relevant passages, go through 2 Peter chapter 1. ഇതെല്ലാം നിങ്ങളോട് പിന്നെ സംസാരിക്കും. ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇന്ന് തന്നെ ചെയ്യുക.